പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഉടമ്പടിയിലെ ഒത്തിരിയേറെ വിശ്വാസപ്രയോഗ തിരുവസ്തുക്കളുണ്ട്. അപ്പോൾ ഓരോ തലമുറയിൽ ഉള്ള ആൾക്കാരോട് എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇത് വിശ്വാസ പ്രയോഗ തിരുവസ്തുക്കളെക്കുറിച്ച് പറയണം. അല്ലെങ്കിൽ ഈ ധ്യാനം നമ്മൾ കണ്ടുവരുമ്പോഴിത് ബാക്കിലായി കഴിഞ്ഞാൽ പുതിയ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതിൻ്റെ സാക്ഷരത കിട്ടത്തില്ല. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണത് നമ്മുടെ അനുഭവങ്ങൾ അറിവിന് അനുപാതികമായിരിക്കും. അനുഭവങ്ങൾ എപ്പോഴും അറിവിന് ആനുപാതികമായിരിക്കും. എന്തുമാത്രം അറിവ് ആ വിഷയത്തിലുണ്ട് അത്രയും അനുഭവങ്ങളാണ് ഉള്ളത്. നിങ്ങൾക്ക് 30% നോളജാണ് ഒരു സബ്ജക്റ്റിലെ ഉടമ്പടി വിഷയത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് 30% ആയിരിക്കും. അപ്പം ഞങ്ങളെപ്പോലുള്ള ഈ സ്പിരിച്വൽ എൻജിനീയേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ നോക്കണത് നിങ്ങളുടെ അറിവിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് നോക്കണത്. അപ്പോൾ നിങ്ങളുടെ അറിവിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് നേരത്തെ വിശ്വാസപ്രയോഗം നടത്തി വിജയിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങളാണ്. നേരത്തെ വിശ്വാസപ്രയോഗം നടത്തി വിജയിച്ച ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളത് പറഞ്ഞിട്ട് നിങ്ങളോട് പറയും, നിങ്ങൾ പോയി അതുകൂടി കാണാൻ പറയും. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ കുറേ സാക്ഷ്യങ്ങൾ അങ്ങനെ നല്ലത് വന്നിട്ടുണ്ട്. നല്ലതല്ല, എല്ലാ സാക്ഷ്യങ്ങളും ഗംഭീര സാക്ഷ്യങ്ങളാണ്. കാര്യം ഈ സാക്ഷ്യങ്ങളിലാണ് ഈ ശുശ്രൂഷ നിലനിൽക്കുന്നത്. കാര്യം സാക്ഷ്യങ്ങൾ എന്തിൻ്റെ സാക്ഷ്യങ്ങളാണ് അത് നിങ്ങളറിയണം. നിങ്ങളുടെ ഓരോ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ ഒരു ആധ്യാത്മിക അനുഭവമാണ്. പക്ഷേ ബേസിക് അൾട്ടിമേറ്റ് അതെന്തിൻ്റെ സാക്ഷ്യമാണ്? കൃപാസന അൾത്താരെ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സാക്ഷ്യമാണ്. അപ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ആരുടെ സാക്ഷിയാണ് നിങ്ങൾ? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ജോസഫിനെ പോലെ ഞങ്ങളും സാക്ഷികളാണ്. അതാണ് സംഭവം. അപ്പോൾ സാക്ഷ്യം പറയുന്നവരെപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ടത് നിങ്ങളുടെ ജപ്തി മാറണമേ, പറമ്പ് വിറ്റ് മാറണമേ, കടങ്ങൾ മാറണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എൻ്റെ കുടുംബത്തെ മാറ്റണമേ. അതാണ് സിമ്പിളാണ്. അത് അല്ല വേറെ നിങ്ങൾ അണ്ടേക്കൊണ്ടേ വളം വെക്കരുത്. ആ റൂട്ടിനാണ് വളം അപ്ലൈ ചെയ്യേണ്ടത്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ കുടുംബത്തെ മാറ്റണമേ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടമ്പടി എടുത്ത വ്യക്തിയോടാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. പക്ഷെ ഒരു ഫാമിലി ആയത് കാരണം നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് ഫാമിലിക്ക് മൊത്തം കിട്ടും, ഇല്ലേ? അപ്പം നിങ്ങൾ വഴിയായിരിക്കും നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ ഒക്കെ പ്രത്യക്ഷീകരണത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. നിങ്ങൾ വഴിയായിരിക്കും മറ്റുള്ളവരോടത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾക്ക് ഈ പ്രാർത്ഥന മറ്റുള്ളവരോടും പറയണം. ഈ പ്രാർത്ഥന ആണ് പ്രചരിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രത്യക്ഷീകരണം നമ്മുടെ റാലിയൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ആ 3 ലക്ഷം പേരിലേക്ക് പ്രത്യക്ഷീകരണം പ്രചരിപ്പിക്കുക. അച്ഛനെ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പോയി ധ്യാനം നടത്തുന്നുണ്ട്. ഇപ്പോൾ അടുത്തത് സൗദി അറേബ്യയിലാണ്, പിന്നെ ഓസ്ട്രേലിയയിൽ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും. അവിടേക്ക് എന്താ ഇങ്ങനെ പോണതിൻ്റെ കാര്യം? എല്ലാ രാജ്യങ്ങളിലും ഉള്ളവർ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് അറിയണം. കാര്യം മലയാള ലോകത്തോടാണ് നമ്മൾ സംവേദിക്കുന്നത്. പക്ഷെ മലയാള ലോകം വളരെ പ്രൊഫൗണ്ടാണ് ഇപ്പോഴ്. പണ്ടത്തെ മലയാള ലോകമല്ല. ഓൾമോസ്റ്റ് എവരിബഡി നോസ് ഇംഗ്ലീഷ്. ദേ ആർ ലിവിങ് എമംഗ് ദ വൈറ്റ് പീപ്പിൾ. നമ്മുടെ ജനങ്ങളെല്ലാം വെള്ളക്കാരുടെയും മറ്റ് രാജ്യങ്ങളുടെ കൂടെ താമസിക്കുകയാണ്. സോ നമ്മുടെ ജനങ്ങളെ മാത്രം ഇവാഞ്ചലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെ നമുക്ക് ഇവാഞ്ചലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദൈവം മലയാളിയെ വളർത്തിയിട്ടുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
ഉടമ്പടിയുടെ ഭാഗമാകുന്ന അല്ലെങ്കിൽ ഉടമ്പടിയുടെ ഭാഗമാകാൻ വേണ്ടി ദൈവം പ്രത്യേക ദൈവവിളി, അതൊരു വിളിയാണ്. അപ്പം നിങ്ങൾക്ക് രോഗമുണ്ട് എന്നല്ല പറയേണ്ടത്, നിങ്ങൾക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാനുള്ള ദൈവവിളി ഉണ്ടെന്നാണ് പറയേണ്ടത്. യു ഗോട്ട് ദ പോയിൻറ്റ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് രോഗമുണ്ടെന്നൊന്നും പറഞ്ഞേക്കരുത്. നിങ്ങൾക്ക് അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ജോലിയില്ല എന്ന് നെഗറ്റീവായിട്ടല്ല പറയേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു ഇല്ലായ്മ വെച്ചുകൊണ്ട് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാനുള്ള ഒരു യോഗ്യതയുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഞങ്ങളുടെ ബലഹീനതകൾ പോരായ്മകളെല്ലാം യോഗ്യതകളാണെന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ ചില ആൾക്കാരുടെ ജീവിതത്തിൽ പറയും, എൻ്റെ അച്ചോ ഞാൻ അടുത്ത് ആ വിഷയത്തിൽ എൻ്റെ മതിയും കൊതിയും വന്നിരിക്കുകയാണ്. ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കും. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരിക്കും, അത് ഭക്ഷണത്തോട് ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും. ചിലപ്പോൾ സിനിമയോട് ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കും. ചിലർക്ക് പാട്ട് കേട്ട് ഇൻട്രസ്റ്റ് ഉള്ള, ചിലർക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. ഒരു തട്ട് കിട്ടണവരെ നമുക്കെല്ലാം ഇൻട്രസ്റ്റ് ആയിരിക്കും. എല്ലാത്തിലും തട്ടിരിപ്പുണ്ടേ. അറിയാതെ ഒന്നും ചാടി വീടേക്കരുത്. അമിതമായ ആവേശം ഒന്നിനും കാണിക്കരുത്. എല്ലാത്തിലും തട്ടിരിപ്പുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭൂമി ദൈവം ഡിസൈൻ ചെയ്തപ്പോൾ സ്വർഗത്തെ പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മുടെ ഭൂമിയും അതിലുള്ള മനുഷ്യൻ്റെ വാഴ്വും ദൈവം ക്രമീകരിച്ചപ്പോൾ സ്വർഗത്തെ പ്രീസപ്പോസ് ചെയ്തിട്ടുണ്ടാണ്. അതായത് സ്വർഗത്തെ അവലംബമാക്കിയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ജീവിതം ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്വർഗം ഉണ്ടാക്കാമെന്നുള്ള ഐഡിയ ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി, നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അമിതമായ ആവേശ സ്നേഹങ്ങൾ പിള്ളേരോട് കാണിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ, അവർ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർ തട്ട് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വെറുതെ ആവശ്യമില്ലാതെ അതൊക്കെ എല്ലാത്തിനും. ഇത് തന്നെ ഭർത്താവിനോട് കാണിക്കുന്ന സ്നേഹവും, ഇത് തന്നെ ഭാര്യയോട് കാണിക്കുന്ന സ്നേഹവും, ഇനി നിങ്ങളുടെ പ്രൊഫഷനോട് കാണിക്കുന്ന സ്നേഹവും എല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തെ കണ്ടറിയണവരെ ബാക്കി എന്തിനും നമുക്ക് മതിയും കൊതിയും വരും. തീർന്നെന്ന് പോകും. ആൾക്കാർ പറയും, ഓ മതിയും കൊതിയും വന്ന് തീർന്ന്. എന്നിട്ട് അങ്ങനെ നിങ്ങൾ തലയെ കൈ വെച്ചുകൊണ്ട് പറയും, ഓ അതിന് ഞാൻ മതിയും കൊതിയും തീർന്നിരിക്കണമെന്ന് പറയും. എന്താ ഭൂമിയുടെ അവസ്ഥ അതാ. ഇനി മതിയും കൊതിയും തീരാത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നു, നിങ്ങളുടെ വിശ്വാസം വേണമെന്ന് ഞാനൊരിക്കലും പറയില്ല. യു മസ്റ്റ് നോട്ട് ഹാവ് ഫെയ്ത്ത്. നിങ്ങൾക്ക് വിശ്വാസം ആവശ്യമില്ല. കാര്യം ദൈവത്തിന് അത് ആവശ്യമില്ലാത്ത കൊണ്ടാണ്. നിങ്ങൾക്ക് വിശ്വാസം ആവശ്യമില്ല. എന്താ കാര്യം? ദൈവത്തിനത് ആവശ്യമില്ലാത്ത കൊണ്ടാണ്. എന്താ കാര്യം? നമ്മുടെ വിശ്വാസത്തിലല്ല ദൈവം ജീവിക്കുന്നത്, ആണോ? അല്ല. നമ്മുടെ വിശ്വാസത്തിലേക്ക് ദൈവം ഉണ്ടാകുമോ? അപ്പം നമ്മുടെ വിശ്വാസത്തിലല്ല ദൈവത്തിൻ്റെ നിലനിൽപ്പ്. പിന്നെ എന്താ നമുക്ക് വേണ്ടത്? വിശ്വാസം ഒരു കിൻഡർ ഗാർട്ടൻ പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സറി കുഞ്ഞുങ്ങൾ ഇല്ലേ, മാങ്ങ എന്നൊരു പടം കാണിച്ചിട്ട് അവിടെ മാംഗോ എന്ന് എഴുതി വെക്കും അല്ലേ? അതാണ് വിശ്വാസത്തിൻ്റെ നിലവാരം. അത്രേ ഉള്ളൂ. എ ബി സി ഡി നോളജാണ് വിശ്വാസം എന്ന് പറയണത്. നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഉടമ്പടി ഇതൊന്നും വർക്കൗട്ട് ചെയ്യും. വിശ്വാസം ഒന്നും ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത്, ഇപ്പം നമ്മൾ അച്ഛൻ എപ്പോഴും പറയത്തില്ലേ, മണ്ണെണ്ണ. ചില സ്റ്റൗവിലൊക്കെ മണ്ണെണ്ണ മതി അല്ലേ? വിറകുണ്ട്. പണ്ട് നമ്മൾ വിറക് ഉപയോഗിച്ചിരുന്നതാണ്. അതിനുശേഷം നമ്മൾ മണ്ണെണ്ണ സ്റ്റൗവൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി ഇല്ലേ? അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ പിന്നീട് ഗ്യാസിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് വന്നു. പിന്നീട് അത് കറണ്ടിലേക്ക്. അപ്പോൾ ഊർജത്തിൻ്റെ സ്രോതസ്സുകൾ വ്യത്യാസപ്പെടുന്നുണ്ടല്ലേ? ആദ്യം വിറക്, പിന്നെ മണ്ണെണ്ണ, പിന്നെ അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ഗ്യാസ് ഉപയോഗിച്ചു. ഇപ്പോൾ നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഊർജ്ജം ഇങ്ങനെ മാറി. പെട്ടെന്നാണ് ഈ ഊർജ്ജമാറ്റം അടുക്കളയിൽ സംഭവിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ ഉടമ്പടിയിൽ വരുമ്പോൾ നമ്മൾ വിറക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പണ്ടത്തെ വിശ്വാസം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിൽ കുറേ കരിയും പുകയൊക്കെ ഉണ്ടാകും. അതാണ് പ്രശ്നം. പിന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് പ്രത്യാശയമല്ല. അതിൻ്റെ അകത്ത് നമുക്ക്
ഇത് കഴിഞ്ഞ് പിന്നെ മണ്ണെണ്ണ ഉപയോഗിക്കാൻ പറ്റണം. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് അതായത് റിഫൈൻഡ് ലവ് ആണ്. ലവ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി ഉപയോഗിക്കേണ്ടത്, റിഫൈൻഡ് ലവ് ആണ്. റിഫൈൻഡ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധീകരിച്ച സ്നേഹം. പറഞ്ഞ മനസ്സിലായില്ലേ? റിഫൈൻഡ് ലവ്, ശുദ്ധീകരിച്ച സ്നേഹം. ഈ ശുദ്ധീകരിച്ച സ്നേഹമാണ് നമ്മൾ ഉടമ്പടിയിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോഴാണ് ഈ സാധനം പെട്ടെന്ന് കത്തണത്. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്താണ് ശുദ്ധീകരിച്ച സ്നേഹമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ആരാധന ആരാധന ആത്മനാഥൻ യേശുവേ. എന്താണ് ശുദ്ധീകരിച്ച സ്നേഹമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ സങ്കീർത്തനം 143:10 എടുത്തേ. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ. ഏറ്റു പറഞ്ഞ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എന്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. അപ്പോൾ അതാണ് റിഫൈൻഡ് ലവ് എന്ന് പറയുന്നത്. ഇത് പതുക്കെ നമ്മൾ അതിലേക്ക് എത്തിച്ചേരണം. റിഫൈൻ ലവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റെയിൻ ഉണ്ടാകത്തില്ല. ഇപ്പോൾ നമുക്കറിയാം, ഡീസൽ റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നാ കിട്ടണത്? പെട്രോൾ. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ റിഫൈൻഡ് കഴിയുമ്പോൾ കുറച്ച് എന്ത് അതിൽ പോകുന്ന കുറച്ചധികം താറ് പോലെയുള്ള സാധനങ്ങൾ അതിൽ നിന്ന് പോകും. വെള്ളം ശുദ്ധീകരിക്കും, എണ്ണ ശുദ്ധീകരിക്കും. അപ്പോൾ കുറച്ച് സോപ്പ് ഉണ്ടാക്കുന്നതും ഡിറ്റർജൻറ്റൊക്കെ ഉണ്ടാക്കുന്നതും അതിന് നമ്മൾ ബൈ പ്രോഡക്റ്റുകളെന്ന് പറയും. ഈ ബൈ പ്രോഡക്റ്റുകളെല്ലാം ഡീസലിലുള്ളത് കൊണ്ടാണ് അത് നമ്മൾ ലോറിയിലെ വല്ല ഉപയോഗിക്കും. സൊഫിസ്റ്റിക്കേറ്റഡ് കാറിൽ BMW ഉപയോഗിക്കത്തില്ല. അങ്ങനെ ചില കാറുകൾ അതിനു വേണ്ടി മാത്രം ഡിസൈൻ ചെയ്യണതുണ്ടെങ്കിലും, പക്ഷേ ഇനി വിമാനം വരുമ്പോൾ വീണ്ടും മാറും. എന്താണ്? ഈ പെട്രോൾ പോലും അതിൻ്റെ അകത്തുകൊണ്ട് കുറച്ച് താറും കാര്യങ്ങളൊക്കെ അതിങ്ങനെ കാണുമ്പോൾ കണ്ണീര് പോലെ ഇരിക്കുമെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്തും സ്റ്റെയിനുണ്ട്, ചേരുവകകളുണ്ട്. അതുകൊണ്ട് അത് വീണ്ടും റിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഏവിയേഷൻ ഓയിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഡിസ്റ്റിൽഡ് വാട്ടർ പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും ഏവിയേഷൻ ഓയിൽ. ഈ ഏവിയേഷൻ ഓയിലിലേക്കുള്ള ഈ താറിൻ്റെ വളർച്ചയില്ലേ, താറാണല്ലോ പിന്നീട് ഡീസലായിട്ടും പിന്നീട് പെട്രോളായിട്ടും പിന്നീട് ഏവിയേഷൻ ഓയിലായിട്ടും വരുമ്പോൾ ഈ താറ് ഇങ്ങനെ അത് റിഫൈൻ ചെയ്തിട്ട് വരണത് ഈ ഡിസ്റ്റിൽഡ് വാട്ടർ പോലെ നമ്മുടെ കുത്തുവെക്കുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളമില്ലേ, ഇഞ്ചക്ഷൻ വെള്ളത്തിൻ്റെ അതേ ക്രിസ്റ്റൽ ക്ലിയറിലേക്ക് ഈ റിഫൈൻഡ് വരും. ഇതാണ് സ്റ്റെയിൻഡ്, ഇതാണ് റിഫൈൻഡ് എന്ന് പറയുന്നത്, ശുദ്ധീകരിച്ച സ്നേഹം. കാര്യം നമ്മളുടെ എല്ലാ ദൈവസ്നേഹത്തിലും നമ്മളുടെ ആത്മാവുണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു. ഇപ്പോൾ പശുവിനെ നമ്മൾ സ്നേഹിക്കുന്നു അല്ലേ? പശുവിനെ നമ്മൾ സ്നേഹിക്കുന്നത്, പശുവിനെ തടകും നമ്മൾ, പശുവിൻ്റെ വായിക്കൊണ്ട് കൈ വെച്ച് കൊടുക്കും, അത് നമ്മളെ നക്കും അല്ലേ? അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ, കാര്യം അതിനൊക്കെ ഔഷധ ശക്തി ഉണ്ടല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ അതിൻ്റെ പിടിച്ച് പ്രസവിച്ച പശുവിൻ്റെ കുഞ്ഞുങ്ങൾ ഇടിച്ചതിൽ താഴെ വീണ് കഴിഞ്ഞാൽ ഉടനെ അമ്മ പശു എന്നാ ചെയ്യണത്? തല വളച്ചിട്ട് അതിൻ്റെ മുട്ട നക്കി കൊടുക്കണുണ്ടല്ലേ? അതിനത് വേദന സംഹാരിയാണത്. ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കഴിവാണത്, പ്രകൃതി മൊത്തം ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളിപ്പോൾ പശുവിനെ സ്നേഹിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കണത്? പശു നമുക്ക് പാല് തരുന്നു. നാട്ടുകാരുടെ വീട്ടിൽ പോയി എന്ത് പാലാണ് തരണം നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശുദ്ധമായ പാല് കിട്ടാൻ വേണ്ടി നമ്മൾ പശുവിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്നേഹിക്കുന്നു. പശുവിന് പുല്ല് കൊടുക്കുന്നു, കാടി കൊടുക്കുന്നു, കാറ്റിൽ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു, പുഷ്ടി കൊടുക്കുന്നു. അങ്ങനെ ഓരോ സാധനം കൊടുത്തിട്ട് നമ്മുടെ പാല് കൂടുന്നുണ്ടോ നമ്മൾ നോക്കുന്നു, അളന്ന് നോക്കുന്നു, എന്നിട്ട് പിന്നെ കലക്കി നോക്കുന്നു, പിന്നെ ഗ്ലാസ്സിലെടുത്തിട്ട് കുലുക്കി നോക്കുന്നു. കാര്യം എന്താ? അതായത് ഈ പാലിൻ്റെ തടിപ്പ് കുറഞ്ഞാൽ കൂടിയെന്നറിയാൻ വേണ്ടി കുലുക്കി നോക്കും. അപ്പോൾ തടിപ്പുള്ള പാലുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം നമ്മൾ ശ്രദ്ധിക്കും. എന്നിട്ട് നമ്മൾക്ക് അതനുസരിച്ച് നമ്മൾ ഓക്കെ മാറ്റിയെടുത്ത് പുഷ്ടിയാക്കി മാറ്റും. ചിലപ്പോൾ പുളിങ്കുരു കൊടുക്കും, ഇടിച്ചു കൊടുക്കും, പിണ്ണാക്ക്. ഇതെല്ലാം നമ്മുടെ ഉദ്ദേശം പാല് കട്ടിയുള്ളതായിരിക്കണം, ശുദ്ധിയുള്ളതായിരിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ സ്നേഹിക്കുകയാണ് ആരെയാണ്? പശുവിനെ പുഷ്ടി കൊടുത്തും ഓക്കെ കൊടുത്തും സ്നേഹിക്കുക.
നിങ്ങൾ ഓക്കെ കൊടുക്കുന്നതിന് പകരം ദൈവത്തിന് ഉടമ്പടി കൊടുക്കണം. അത്രേ ഉള്ള വ്യത്യാസം. എന്താ കാര്യം? നമുക്ക് വല്ല 10 മാർക്ക് കൂടുതൽ കിട്ടണം. മനസ്സിലായില്ലേ? പശുവിന് ഓക്കെ കൊടുക്കുന്നതിന് പകരം ദൈവത്തിന് നിങ്ങൾ ഉടമ്പടി കൊടുത്തിട്ട് അതനുസരിച്ച് ചെയ്യാൻ നോക്കുന്നു. ഉദ്ദേശം എന്താ? ഉദ്ദേശം നമുക്ക് നമ്മുടെ ജപ്തി നടപടി മാറണം. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം നമ്മുടെ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ഒരു ആഗ്രഹം കിടപ്പുണ്ട്. ഇവിടെ ഓരോരുത്തരും ദൈവഹിതത്തിന് യാതൊരു പ്രസക്തിയുമില്ല. നമ്മുടെ ഹിതത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയണത്. ഒന്നിന് വായിച്ച് 143:10 ഒന്ന് വായിച്ച്. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാം. അതാണ് പ്രശ്നം. ഒരു പ്രൊവിഷൻ എപ്പോഴും അതിനിട്ടേക്കണം. എന്താണ് എന്ന് പറഞ്ഞ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എങ്ങനെ പഠിപ്പിക്കും? അനുഭവങ്ങളാണ് അധ്യാപകൻ. അനുഭവങ്ങളിലൂടെ പഠിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക്. അപ്പോൾ ഈ അനുഭവങ്ങൾ വരുമ്പോൾ ചില അനുഭവങ്ങൾ എല്ലാം നമ്മുടെ ഹിതം പോലെ എടുക്കരുത്. നിങ്ങളെ മനസ്സിലായില്ലേ? 6 നിയോഗങ്ങൾ ഇട്ടാൽ ഒരു 2 എണ്ണമെങ്കിലും നിങ്ങൾ ദൈവത്തിന് ഓപ്ഷൻ വെക്കണം. മനസ്സിലായ? അത് അങ്ങയുടെ, അതാണ് ആ സങ്കീർത്തനം പറയണത്. എന്താ പറയണത്? അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അപ്പം പഠിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പഠിപ്പിക്കണം എങ്ങനെയാണ്? അനുഭവങ്ങളിലൂടെയാണ് പഠിപ്പിക്കത്തുള്ളൂ. അല്ലാതെ ദൈവം വന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങിയിട്ട് നമ്മളെ പഠിക്കുക, പുസ്തകം സ്ലൈറ്റ് എടുക്കുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക ഇല്ല. വി വിൽ ഗെറ്റ് എ എക്സ്പീരിയൻസ്. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കാൻ പഠിക്കണത്. ഇപ്പം നിനക്ക് 16 കൊല്ലം മക്കളില്ല. ഓക്കെ, 16 കൊല്ലം മക്കളില്ല എന്ന് പറഞ്ഞ് നീ ഉടമ്പടിയും എടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ നീ നോക്കി നിൽക്കുമ്പോൾ ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. എന്ത് സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞത്. അത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 25 വർഷമായിട്ട് മക്കളില്ല. എന്നെ തൊട്ടൊരു സാക്ഷ്യമാണത്. 25 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അണ്ട ഉൽപ്പാദനം നിലച്ചിരിക്കുന്നു. വയസ്സ് 42 ആയി. എന്നാലും 42 വയസ്സിന് മുമ്പ് തന്നെ അണ്ടം അവർക്ക് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇനി ഉള്ള ഓപ്ഷൻ എന്താണ്? അടുത്ത ഒരു സ്ത്രീയുടെ അണ്ടം വിലക്ക് വാങ്ങിക്കണം. എന്നിട്ട് ഈ ഭർത്താവിൻ്റെ ബീജവുമായിട്ട് ചേർത്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ ഇവരുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കണം. അവർ 8 ലക്ഷം രൂപ തൊട്ട് 5 ലക്ഷം രൂപ വരെയുള്ള ചിലവുണ്ട് അതിന്. അപ്പോൾ അവരോട് പറയും, നിങ്ങൾക്ക് ഉള്ള ഇനി ഇതേ ഉള്ളു മാർഗം എന്ന് പറയും, ഇതേ ഉള്ളു മാർഗം എന്ന് പറയും. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് അതിനുള്ള പൈസ ഇല്ലെന്ന് അവർ പറയണത്. അതിന് ഞങ്ങൾക്കറിയാം, അത് നടന്നാൽ തന്നെ കൊച്ചിനെ കിട്ടണമെന്ന് നിർബന്ധമില്ലാത്ത കൊണ്ട്, ഒരു കൊച്ചിനെ കിട്ടണം നിർബന്ധമില്ലാത്ത കൊണ്ട് അവർ ശാസ്ത്രമാണെന്ന് പറഞ്ഞാലും ശാസ്ത്രത്തിൻ്റെ അകത്തും ഒരു നമ്മുടെ പകുതി മാത്രമേ നമുക്ക് ഉറപ്പുള്ളൂ. അതുകൊണ്ട് അവർ പറയും അത്രയും പൈസ മുടക്കാനില്ല. അപ്പോൾ ഞങ്ങൾ ആ കൊച്ചിനെ കിട്ടുക എന്നുള്ള ആ ഒരു ചാപ്റ്റർ അവരങ്ങോട്ട് ആ പുസ്തകം അടച്ചു വെക്കും, ചാപ്റ്റർ ക്ലോസ് ചെയ്യും. അപ്പോൾ കൊച്ചിനെ കിട്ടുക എന്നുള്ള അങ്ങനെ 22 വയസ്സ്, 22 വർഷമായി, 23 24 25 വർഷമായിട്ട് മക്കളില്ല. അത് ജീവിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് കൃപാസനത്തെക്കുറിച്ച് ആരോ വന്ന് അവരോട് പറയും, കൃപാസനത്തിൽ ഇങ്ങനെ മാതാവ് കുറേ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ന്യൂസ് അതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടെ വന്ന് അത് യൂട്യൂബിൽ കയറി നോക്കുമ്പോൾ അതെല്ലാം സത്യമാണെന്ന് മനസ്സിലാകുമ്പോൾ അവർക്കും തോന്നും എന്നാൽ ഒന്ന് പോയി നോക്കാമെന്ന് പറയും. അവരങ്ങനെ പോയി നോക്കാൻ വേണ്ടി ആദ്യം വന്ന് ഇവിടെ കണ്ടു കേട്ടു, അവർ പോയി. പിന്നീട് ഒരു പ്രാവശ്യം കൂടി വരാൻ തോന്നി, അങ്ങനെ വന്നു. അവർ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഇവർ ചെയ്തുകൊണ്ടിരുന്നത്, ഇവർ ഉടമ്പടി തൈലം എടുത്തിട്ട് എപ്പോഴും വയറ്റെ പുരട്ടിക്കൊണ്ടിരിക്കും. വയറ്റെ പുരട്ടി ആ 1 മാസം പുരട്ടി കഴിഞ്ഞപ്പോൾ തന്നെ അവർ പ്രഗ്നൻ്റായി. അപ്പോൾ എല്ലാവരും പറഞ്ഞ്, ഡോക്ടറും പറഞ്ഞു ഇത് ഭയങ്കര പ്രയാസം, ഇത് കൊച്ചിനെ കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ അമ്മ മാത്രം ഉറപ്പിച്ച് നിൽക്കും. എന്താ കാര്യം? കൊച്ചിനെ മനുഷ്യൻ കൊടുത്തതല്ലല്ലോ,
പരിശുദ്ധ അമ്മ കൊടുത്തതല്ലേ, അപ്പോൾ റിസ്ക് മുഴുവനും അമ്മയുടെ കയ്യിലാണ്. അപ്പോൾ പണ്ട് ഈ കൃപാസനത്തിനെതിരെ ഒത്തിരിയേറെ ആക്ഷേപങ്ങളുണ്ടായപ്പോൾ ഞാൻ ഉറച്ചു നിന്ന ഒറ്റ പോയിൻ്റ്, ഞാൻ അമ്മയെ നേരിട്ട് കണ്ടതാണല്ലോ, അപ്പോൾ എനിക്ക് എന്നെ തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഉറപ്പ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെന്നൊക്കെ പറഞ്ഞത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എഴുതി തള്ളാം, പക്ഷേ ചില സാക്ഷ്യങ്ങൾ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ആരോ പുറകെ നിൽക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കുകയും കാണുന്നത് ഇതുപോലെ സിൽവർ ഗ്രേയിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ നിൽക്കുന്നത്. 10:08 സൂചി കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉടനെ, എനിക്ക് പേടിയൊന്നും തോന്നിയില്ല, വിസ്മയമാണ് തോന്നിയത്, സന്തോഷമാണ് തോന്നിയത്. ഞാൻ അതുപോലെ തിരിഞ്ഞ ആൾക്കാരോട് പറഞ്ഞു, ദേ അമ്മ നിൽക്കുന്നു, കയ്യിൽ നെഞ്ചത്തിൽ എന്താ ക്ലോക്കിരിപ്പുണ്ട്, 10:08 സൂചി കാണിക്കുന്നുണ്ട്. ഈ 10:08 എന്നൊക്കെ ഞാനിങ്ങനെ കണ്ണട വെച്ച് നോക്കിയതൊന്നുമല്ല, ഒറ്റ ലുക്കിൽ അതിൻ്റെ മുഴുവൻ ജ്ഞാനം ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് തന്നതാണ്. അമ്മ ചുണ്ടുകൊണ്ടിങ്ങനെ സ്വരത്തിൽ പറഞ്ഞൊന്നുമല്ല. ഞാനിങ്ങോട്ട് തിരികെ ജനങ്ങളോട് പറയണത് മുഴുവനും എന്തോ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണ്. അമ്മ സ്വരത്തിൽ പറഞ്ഞ അല്ലത്. അമ്മ നിൽക്കണതിൻ്റെ ആ ഒരു ഒറ്റ ഗ്ലാൻസിൽ തന്നെ എനിക്ക് അത് എൻ്റെ മനസ്സിൽ തർജ്ജമ ചെയ്ത് കിട്ടിയതാണ്. സെക്കൻഡുകൾക്ക് ഒരു സെക്കൻഡിൻ്റെ 1000-1 അംശത്തിൻ്റെ ആ സമയ ചുരുക്കത്തിലാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കണത്. ഞാൻ ആൾക്കോട് പറയണത് എന്തോ ദുരന്തമുണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഇന്ന് യേശുദാസൻ എന്താ പറഞ്ഞത്? കാന്തിക വലയത്തിൻ്റെ പ്രത്യേകത കാരണം ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറയുന്ന ആ സാങ്കല്പിക സംഭവം തിരിഞ്ഞിരിക്കുകയാണ്. 23 നിന്ന് 37 മാറിയെന്ന് പറയുമ്പോൾ ഭൂമിയിൽ ചൂട് കൂടിയെന്ന അർത്ഥം, ചൂട് കൂടി. അപ്പോൾ ഇനി നിനച്ചറിയാ സമയത്ത് വെള്ളം ആവിയായി മേലോട്ട് പോവുകയും പൊത്തോന്ന് പറഞ്ഞ മഴയായി നമ്മുടെ തലയിൽ വന്ന് വീഴുകയും ചെയ്യും, പ്രളയം ഉണ്ടാകുകയും ചെയ്യും. ഓൾറെഡി നമ്മൾ 2 പ്രളയം കഴിഞ്ഞതിനുള്ളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം. അപ്പോഴങ്ങനെ വരുമ്പോൾ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ സംഭവങ്ങളും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ക്യാപ്റ്റൻ വർഗീസ് മാത്യുവിനെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറയണത്, അതിന് സബ്ജക്റ്റ് അത് നേവിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, കപ്പലിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നേവിയുടെ ഒരു ഓഫീസറാണ്, ഉയർന്ന ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹം ഉടമ്പടി എടുത്തിട്ടുണ്ട്, അമ്മ എടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മ എടുത്തിട്ടുണ്ട്, അപ്പനെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊരു ഉടമ്പടി ഫാമിലിയാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ കാണാമെന്ന് പറഞ്ഞു, ഞാനൊരു പുതിയ പ്രോജക്റ്റിലേക്ക് പോവുകയാണ്, ഒരു PhD പ്രോജക്റ്റിലേക്ക് പോവുകയാണ്. സബ്ജക്റ്റ് എന്ന് പറയണത് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചാണ് എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയും. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനവും ദേശീയ സുരക്ഷയുമാണ് എൻ്റെ സബ്ജക്റ്റ് എന്ന്. അപ്പം നേവിക്കാരുടെ സബ്ജക്റ്റ് എപ്പോഴും ദേശീയ സുരക്ഷയുമായ. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചേ, ഇതെങ്ങനെയാണ് ഈ കാലാവസ്ഥ വ്യതിയാനവും ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തണമെന്ന് ചോദിച്ചത്. അപ്പോൾ പുള്ളിക്കാരൻ പറയണം, ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുമ്പോൾ ചൈനയുടെ കപ്പൽ പണ്ട് നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ചൈനയുടെ കപ്പൽ ഇപ്പോൾ കാനഡയിൽ നിന്ന് എടുക്കുന്ന ചരക്കുകൾ റഷ്യയുടെ വടക്ക് വശത്ത് കൂടി, അവിടെ മലയായിരുന്നു, ഇപ്പോൾ അവിടെ മലയില്ലാത്ത കാരണം ചൈന ഐസ് ബ്രേക്ക് ചെയ്യുന്ന പുതിയ കപ്പലുണ്ടാക്കിയിട്ട് ഈ ഐസിൻ്റെ അകത്ത് കൂടിയാണ് വരണത്. ഐസിൻ്റെ പണ്ടത്തെ കട്ടിയും മലയൊന്നും ഇല്ല. ടൈറ്റാനിക്കിനൊക്കെ ഇടിച്ചത് കറുത്ത അറ്റ്ലാന്റിക്കിലെ മഞ്ഞ് കട്ടമൊന്നും കടലിലില്ല. കടലിങ്ങനെ വെള്ളം പോലെ ആയിപ്പോയി. ദാറ്റ് മീൻസ് ഭൂമിക്ക് നല്ലവണ്ണം പനി വരുന്നുണ്ട്. ടെമ്പറേച്ചർ ഭൂമിയുടേത് 15 ആയിരുന്നു, ഇപ്പോൾ 17 ആയെന്ന് പറഞ്ഞു. അപ്പോൾ 15-17 ആയെന്ന് എങ്ങനെയായതാണ്? പണ്ട് 200 കൊല്ലം കൊണ്ട് 1.1 ടെമ്പറേച്ചർ കൂടിയത്. അതിന്ന് 20 കൊല്ലം കൊണ്ട് 2 പോയിൻ്റ് കൂടിയിരിക്കുകയാണ്. 0.1 ടെമ്പറേച്ചർ കൂടിയത് 200 കൊല്ലം മുമ്പ്. ഇപ്പോഴത് 20 കൊല്ലം കൊണ്ട് 2 പോയിൻ്റ് കൂടി. വെച്ചാൽ 15 എന്നുള്ള ഭൂമിയുടെ സ്വാഭാവികമായ കോമൺ ടെമ്പറേച്ചർ 17 വന്നപ്പോൾ ധ്രുവപ്രദേശങ്ങൾ ഉരുകാൻ തുടങ്ങി. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീരദേശത്ത് വെള്ളം കയറും. തീരദേശത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നാൽ ആലപ്പുഴക്കാരെ കൊണ്ട് കോട്ടയത്ത് താമസിപ്പിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ആലപ്പുഴ ആര് താമസിക്കും?
അതാണ് പ്രശ്നം. ആലപ്പുഴ ആര് താമസിക്കും? ആലപ്പുഴ വേലിയേറ്റം വേലിയിറക്കം വരുമ്പോൾ ഈ വേലി ഇറക്കമുണ്ടല്ലോ, ലൂണാറാണല്ലോ സംഭവം, ചന്ദ്രനാണല്ലോ വെള്ളത്തെ കേന്ദ്രീകരിക്കുന്നതും വിടുന്നതും ആകർഷണം. വേലി ചന്ദ്രഭൂമിയുടെ അടുത്തേക്ക് വരുമ്പോൾ വെള്ളം എല്ലാം കൂടി ചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ വേലി ഇറക്കം ഉണ്ടാവും. അപ്പോൾ വേറെ സ്ഥലത്ത് വെള്ളി കയറ്റം ഉണ്ടാവും. ചന്ദ്രൻ അവിടെ നിന്ന് മാറി പുറകോട്ട് വരുമ്പോൾ വെള്ളം താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ 6 മണിക്കൂറാണ് ചന്ദ്രൻ്റെ മാറ്റം വരുന്നത്. ഈ മാറ്റത്തിനുള്ളിൽ ആൾക്കാർ ഒഴിഞ്ഞുപോയ 12 കിലോമീറ്ററിലേക്ക് ഭീകരന്മാർ വരുമെന്നാണ് അവർ പറയണത്. അതാണ് വിഷയം. അതാണ് നാഷണൽ സെക്യൂരിറ്റി. മോയ്ക്ക് ആ പഠനം പോണ പോക്കുണ്ടല്ലേ, അവിടെ കള്ളക്കടത്തും ആയുധ വ്യാപാരവും ഒക്കെ നടക്കും. നമ്മുടെ ഗുജറാത്തിൻ്റെ തീരത്ത് നടന്ന പോലെ ഈ മേഖലയിൽ നടക്കും. അതാണ് നാഷണൽ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി. ഒരു ഉയർന്ന നേവി ഓഫീസറിൻ്റെ പുതിയ പഠനങ്ങളിലെ സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ ഞാനോട് ദൈവമേ, 2004 ഡിസംബർ 7-ാം തീയതി അമ്മ പറഞ്ഞത് എന്താ, ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ, സിൽവർ ഗ്രേ കാർമേഘത്തിൻ്റെ കളറ്. എന്താണ്? ദുരന്തം ഉണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണം. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇന്ന് മുതൽ ഡിസംബർ 1-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. പ്രത്യക്ഷീകരണത്തിൻ്റെ ആ സന്ദേശം കൈമാറുന്ന ഇന്ന് മുതൽ ഡിസംബർ 7-ാം തീയതി വരെ ഉള്ള ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ്. കാര്യം ദൈവം പറഞ്ഞിട്ട് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക. ഇന്ന് യേശുദാസൻ പറഞ്ഞില്ലേ, ദൈവത്തിന് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. ആരോട് പറയാൻ പറ്റും? ഈ ഭൂമിയിൽ 800 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഒരു 10-200 കോടിക്ക് മാത്രമേ ദൈവത്തിനെക്കുറിച്ച് ഒരു വിശ്വാസമുള്ളൂ. ബാക്കി 600 കോടിക്കും വിശ്വാസമില്ല. അപ്പോൾ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ദൈവം എന്ത് പറയാനാ? അപ്പോൾ വിശ്വാസം ഉള്ളവരോട് പറയുമ്പോൾ ആ വിശ്വാസം ഉള്ളവരുടെ ഉത്തരവാദിത്വം ഈ ബാക്കി 600 കോടിയെ കൂടി സംരക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൻ്റെ സന്ദേശം ഒരു ആഗോള സന്ദേശമാണിത്. അതാണ് സമയം കുറഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചനയാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയത്. ഇതൊന്നും സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഇന്നിപ്പോൾ അമ്മ പറഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചൊക്കെ കാണുമ്പോഴാണ്, സമയച്ചുരുക്കം കാണിക്കുന്ന ആളാണ് അമ്മ, സമയത്തിൻ്റെ അധികാരിയാണ്, സഞ്ചാരി മാതാവാണ്. ഓരോ സ്ഥലത്തും ദുരന്തം ഉണ്ടാകാൻ പോകുന്ന സ്ഥലത്ത് വിശ്വാസ ദുരന്തമായാലും ജീവിത ദുരന്തമായാലും യുദ്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന ദുരന്തമായാലും വിശ്വാസ പരാജയമായാലും വിപ്ലവമായാലും ഒക്കെ എവിടെയാണ് വിശ്വാസം തകർക്കപ്പെടുന്നത് അവിടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. അതാണ് സഞ്ചാരം എന്ന് പറയണത്. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി എന്ന് പറയണത്. മാതാവ് ബേസിക്കായിട്ട് സഞ്ചാരിയാണ്. പക്ഷേ കൃപാസന്ധ്യ വരുമ്പോൾ സമയത്തിൻ്റെ കൂടി അധികാരിയായിട്ടത് മാറുന്നു. എന്താണ്? സമയമായില്ല എന്നല്ല ഈശോ പറയണത് കാനായിലെ. അപ്പോൾ അമ്മ എന്താ പറയണത്? അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് സുവിശേഷ വിഹിതമായി ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയം ചുരുക്കാൻ പറയുകയാണ്. അതാണ് ഉടമ്പടി. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന യേശുവേ, നന്ദി യേശുവേ, മഹത്വം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ, സഞ്ചാരി മാതാവേ, സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനീ പറഞ്ഞത് കേട്ട് റിയൽ എസ്റ്റേറ്റുകാരെ സ്ഥലം എടുക്കാൻ വേണ്ടി കടപ്പുറത്ത് വരരുത് കേട്ടോ, ഓടിച്ചിടുവേ. ഇത് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന വിഷയങ്ങളാണ്. അല്ല, നിങ്ങൾ ആരും ഇത് കണ്ടിട്ട് ഇപ്പം തന്നെ വന്ന് കടപ്പുറത്ത് സ്ഥലം എടുത്തേക്കാന്ന് വിചാരിക്കരുത്.
പാവത്തുങ്ങളോട് സമാധാനം ജീവിക്കട്ടെ. ഈ തലമുറയിലും അടുത്ത തലമുറയിലും ഈ പ്രശ്നങ്ങളൊന്നുമില്ല. പതുക്കെ പതുക്കെ ഉണ്ടാകുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് പഠിക്കുന്നു എന്നുള്ളതാണ് സൂചന. പക്ഷേ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അമ്മ ഇതിക്ക് മുമ്പ് നേരത്തെ പറഞ്ഞിരിക്കുന്നു, നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. ഈ വിജയകുമാർ ചില സമയത്ത് പറയും, എന്താ അച്ഛാ നമ്മൾ കർത്താവിൻ്റെ കൂടെ നിന്നിട്ട് എന്താണ് ഓൾ ദ പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ എന്ന് വിജയകുമാർ എന്നോട് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ എപ്പോഴും ഇങ്ങനെ ക്യൂവിൽ നിൽക്കണം ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം എന്നാ പറ്റി? ഇപ്പം ആ സ്ഥലം എടുത്തവൻ ഞാൻ എൻ്റെ സ്ഥലത്തിൻ്റെ അടുത്ത് അത് അവിടെ സ്ഥലം റെസിഡൻഷ്യൽ ഏരിയ അല്ല, അല്ല എൻ്റെ അടുത്ത് റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്, അതുകൊണ്ട് ഇത് സ്ഥലം കോറി സ്ഥലമാണ്, അതുകൊണ്ട് ഇത് ഈ സ്ഥലം സ്വകാര്യ വ്യക്തിയിൽ എടുക്കരുത്, ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റിലുള്ള ഏരിയ ആണെന്നും പറഞ്ഞൊരു കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കാശെല്ലാം പോയെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം ടൈമുണ്ട് ബാക്കിയെന്ന് ചോദിച്ചു. ആ കേസ് നിലവിൽ വരാൻ ഇത് നടപ്പിൽ വരാൻ എന്തുമാത്രം സമയമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമയം കുറച്ചുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇനി ആരാധനയ്ക്ക് അല്ലേ സമയം കുറച്ച് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാനെന്താ തിരിച്ചു പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, സമയം ഉണ്ടാകണമല്ല പ്രശ്നം. സമയം ഉണ്ടെങ്കിൽ എന്താ ഗുണം? പ്രാർത്ഥിക്കാൻ പറ്റും, സുവിശേഷവിധമായി ജീവിക്കാൻ പറ്റും, സുവിശേഷ സാക്ഷ്യം ചെയ്തുകൊണ്ട് ദൈവത്തെ അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കാൻ പറ്റും. നമ്മുടെ പ്രോബ്ലത്തിൽ ദൈവത്തെ കക്ഷി ചേർക്കുക, അതിനാണ് നമുക്ക് സമയം ഉപയോഗിക്കേണ്ടത്. അതിന് ഏറ്റവും സുനിശ്ചിതമായ മാർഗ്ഗമാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ 60-65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുക്കണ്ട എന്ന് ഞാൻ പറയേണ്ട കാര്യം. നിങ്ങൾ ആദ്യം ആരംഭശൂരത്തെപ്പോൾ എടുക്കും, പിന്നെ നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ഇതിൻ്റെ സയൻസ് നിങ്ങൾക്ക് അറിയത്തില്ല. ഇത് നിങ്ങൾ യുദാസുബ്നുവിൻ്റെ പെട്ടി കൊണ്ടുപോയി ഈ ആടനെ മേടിക്കണം, മരുമകളെ പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന പരിപാടിയല്ല ഇത്. ഇതെന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരം ജീവിക്കണം. ആ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സങ്കീർത്തനം 143:10 വർക്കൗട്ട് ചെയ്യണം. അതൊന്നിന് വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ പറഞ്ഞു, അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എന്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. അപ്പം ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് സങ്കീർത്തനം കിട്ടിയിരിക്കുന്ന ഒരു ഐഡിയ, ദൈവത്തിൻ്റെ ആത്മാവ് നല്ല ആത്മാവെന്നാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കെട്ട ആത്മാവാണ്. എന്താ കാര്യം? ഇതിലെല്ലാം നമ്മളുടെ സൂത്രപ്പണികളെല്ലാം അതിൻ്റെ തിരിപ്പുണ്ട്. ഉടമ്പടി വെക്കുമ്പോൾ പോലും അതിൻ്റെ അകത്ത് ഉടായ്പുണ്ട്. അതാണ് നല്ല ആത്മാവെന്ന് പറയണത്. അതാണ് നല്ല, ഞാൻ നേരത്തെ പറഞ്ഞു റിഫൈൻഡ്, ഉടമ്പടിയിൽ ഉപയോഗിക്കേണ്ട റിഫൈൻഡ് ലവ് ആണെന്ന്. എന്ന് വെച്ചാൽ റിഫൈൻഡ് ലവ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ച സ്നേഹം. ശുദ്ധീകരിച്ച സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്ത് അൾട്ടിമേറ്റ് പ്രാധാന്യം ആർക്കാണ്? ഈശോയുടെ പ്രാർത്ഥനയിലുള്ള, ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് ഗുണം എന്താണ്? എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം ജീവിതത്തിൻ്റെ അകത്ത് നല്ല ഒരു വിഷയങ്ങൾക്കെല്ലാം ദൈവേഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇപ്പം ഇന്നലെ ഒരു പെങ്കൊച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് സംസാരിച്ചപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു, അമ്മയുടെയും മകളുടെയും മുഖഭാവങ്ങൾ എൻ്റെ ഉപദേശത്തിൻ്റെ സമയത്ത് മാറി മാറി ഞാൻ വാച്ച് ചെയ്തായിരുന്നു. അപ്പോൾ മകൾ എന്നോട് പറഞ്ഞ്, അപ്പോൾ അവൾ ഇവിടെ ന്യൂസിലൻഡിൽ അവരെ വർക്ക് ചെയ്യണം. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടയ്ക്ക് അവൾക്ക് റുമാറ്റിക് പെയിൻ വന്നു, വാതരോഗം. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഉടമ്പടി എടുത്തപ്പോൾ നിൻ്റെ വാദം ഒന്നും അമ്മയെടുത്ത് പറഞ്ഞില്ലേ? ഇല്ല അച്ഛാ, ഞാൻ നിത്യതയാണ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ്. നിത്യത, അതായത് ഉടമ്പടി എടുത്തപ്പോൾ അവർ ന്യൂസിലൻഡിലെ ഒരു ചെറുപ്പക്കാരത്തിയായ നേഴ്സാണ്. പക്ഷേ ഉടമ്പടി എടുത്ത് വെച്ചിരിക്കുന്ന 6 കാര്യങ്ങൾക്കെല്ലാം തന്നെ എഴുതിയിരിക്കണത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, യൂത്തൊക്കെ എന്തുമാത്രം ഇപ്പോൾ അറിയുന്നു. അതാണ് വിഷയം കണ്ടില്ലേ? യൂത്തിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ? അറിയുന്നവൻ ശരിക്കും അങ്ങനെ ഇടിച്ചു പൊളിച്ചാൽ ദൈവത്തിന് അറിയണത്. എന്താണ് ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയം? എന്താണ്? നിത്യതയിലെ യേശുവായിട്ട് കണ്ടുമുട്ടുന്നതിനെക്കുറിച്ചാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. കർത്താവേ, നീയും തമ്മിൽ സമയം കുറിക്കേണ്ട ഒരു സമയം വന്നു കഴിഞ്ഞാൽ, നിൻ്റെ കൂടെ ഈ ലോകം വിട്ട് കഴിഞ്ഞാൽ നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയണമെന്ന് പറഞ്ഞ് ഉടമ്പടി വെച്ചിരിക്കുകയാണ്. ഉടമ്പടി വെച്ച് അവളുടെ ലൈഫിൽ കർത്താവ് അവളെ മൂവ് ചെയ്ത് അവൾ ഇവിടുന്ന് പോയി ലൂസൻ്റ് നേഴ്സായിട്ട് ഭംഗിയായിട്ട് ജീവിക്കുന്നത്, ഹസ്ബൻഡുമായിട്ട് ജീവിക്കണേ. പക്ഷേ അവൾ ഇടയ്ക്ക് 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ആർത്തൈറ്റിസ് വന്നു. ആർത്തൈറ്റിസ് വന്നപ്പോൾ ഞാൻ ഇവളുമായിട്ട് സംസാരിച്ചു. ആർത്തൈറ്റിസ് വരുമ്പോൾ ഇവൾക്ക് ആർത്തൈറ്റിസ് വന്ന് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇവളുടെ അമ്മ വരണത്. ഞാൻ പറഞ്ഞു, ആ സബ്ജക്റ്റ് ഇവിടെ എടുക്കത്തില്ല, ഞങ്ങൾ തമ്മിൽ
ആങ്ങളുടെയും പെങ്ങളുടെയും ചേട്ടത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനവരോട് പറഞ്ഞു, നമ്മളെ റിലേഷൻസൊക്കെ ഉണ്ട്, ചേട്ടത്തിൻ്റെ മക്കളല്ലേ, സ്വന്തം മക്കൾ. പക്ഷേ നിൻ്റെ ഈ വിഷയം ഞാൻ എടുക്കത്തില്ല. എന്താ, നിൻ്റെ ആർത്തൈസ് ഞാൻ എടുക്കത്തില്ല. ഫാമിലിയും ബന്ധമൊക്കെ നമുക്ക് ആ രീതിയിൽ സംസാരിച്ച് പിരിയാം, പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞ്. എന്താ കാര്യം? നിൻ്റെ ഉടമ്പടി പുതുക്കിയിട്ടില്ല, അതാണ് സംഭവം. ഉടമ്പടി പുതുക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു, നീ ഉടമ്പടി പുതുക്കിയിട്ട് കറക്റ്റ് ചാനലിൽ അച്ഛൻ കൃപയും നിൽക്കുന്ന സമയത്ത് ആൾക്കാരേവാ. അതുവരെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ടില്ലാത്തത് കൊണ്ട് ബന്ധുവാണെന്ന് പറഞ്ഞാലും അനിയത്തിയുടെ ആൻറ്റിയുടെ സ്വന്തം ആൻറ്റിയുടെ എന്നെ പഠിപ്പിച്ച ആളെ കൂടിയാണ് ഈ ആൻറ്റി എന്ന് പറയുന്നത്, അമ്മയുടെ അനിയത്തി. അവർ ടീച്ചറായിരുന്നു. അപ്പോൾ എൻ്റെ ഫീസൊക്കെ അടച്ചിട്ടൊരു കാലത്തിരുന്ന് അവരാണ് അടച്ചുകൊണ്ടിരുന്നത്. എന്നാലും ദൈവികമായ വിഷയത്തെ വരുമ്പോൾ കോംപ്രമൈസ്, ഒത്തുതീർപ്പില്ല. അതായത് നമ്മൾ ഒത്തുതീർത്തിട്ട് കാര്യമില്ല. കാര്യം എന്താ, അവിടെ ദൈവമാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലാതെ മനുഷ്യരക്തമല്ല അവിടെ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ദൈവത്തെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് കർത്താവിൻ്റെ പ്രവർത്തിക്കാൻ പറ്റിയൊരു ഉപകരണമായിട്ട് മാറണം. കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റിയ ഉപകരണമായിട്ട് മാറണം. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞിനിങ്ങനെ അവൾ ഇങ്ങനെ ഈ നിത്യത വെച്ച കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ അവളോട് സംസാരിച്ചു. നീ ആർത്തൈസ് എൻ്റെ ഉള്ളിടത്തോളം കാലം ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെന്ന് നീ കരുതണം. ആർത്തൈസ് നിൻ്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെന്ന് നീ കരുതണം. പിന്നെ പരിശുദ്ധാത്മാവ് എന്നെ വല്ലാതെ അങ്ങോട്ട് തൊട്ടിട്ട് പറഞ്ഞു, എനിക്കും ആർത്തൈസ് ഉണ്ടായിരുന്നു അവളോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ്, ക്രിസ്തുവിനും 3 മണിക്കൂർ ആർത്തൈസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. എന്താണ്, അവൻ്റെ വെള്ളം, അവൻ്റെ രക്തമെല്ലാം വാർന്നു പോയി കുരിശിൽ കിടന്നില്ലേ, 3 മണിക്കൂർ നേരം അവന് സ്റ്റിഫ്. ഈ ലേഡിക്ക് സ്റ്റിഫാണ്, അവൾക്ക് സ്റ്റിഫുണ്ട്. ചില സമയത്ത് 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഇങ്ങനെ സ്റ്റിഫായി പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ്, നമ്മുടെ കർത്താവിൻ്റെ ശരീരവും ഒരു ടൈമത്ത് സ്റ്റിഫായിപ്പോയി. അവൻ്റെ ബോഡിയിൽ അവൻ തലേ ദിവസം അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. പത്രോസ് അവനോട് പറയുന്നുണ്ട്, കർത്താവ് അന്ത്യത്താഴം കഴിക്കുന്ന സമയത്ത് എല്ലാവരും കഴിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, കർത്താവ് നീ കഴിക്കണില്ലേ എന്ന് പത്രോസ് പല പ്രാവശ്യം കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞങ്ങനെ ഇരുന്നിട്ട് പറയും, കഴിക്കും, നാളെ ഈ സമയത്ത് കഴിക്കുമെന്ന് പറയും. നാളെ ഈ സമയത്തെ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് കഴിക്കുമെന്ന്. എവിടെ കഴിക്കുമെന്ന് പറയണത്? എൻ്റെ പിതാവിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ഞാൻ സ്വർഗീയ ജെറുസലേമിലെ കർത്താവ് പിതാവിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് കഴിക്കുമെന്ന്. എന്താ കാര്യം? എൻ്റെ ഇഷ്ടം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇഷ്ടം. ആരെങ്കിലും ഇവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ, കൊടുത്ത് കാണുമോ നീ? പത്രോസ് തന്നെ ഒരിക്കൽ ചോദിക്കും. അപ്പോൾ പറയും, കർത്താവ് പറയും, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരമെന്ന് പറയും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, ആരാധന, ആരാധന. യോഹന്നാൻ 4:34. യോഹന്നാൻ 4:34. യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. അപ്പൊ എന്താ ഉദ്ദേശിച്ചത്? നാളെ എൻ്റെ അപ്പൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാനുണ്ടെന്നാണ് പറയുന്നത്. 10 ദിവസം കഴിക്കണില്ലേ എന്ന് ചോദിക്കുമ്പോഴേ പട്ടിണി നിന്നുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ ഓർക്കണം, ഈ കുരിശെല്ലാം ചുമന്നിരിക്കുന്നത് പട്ടിണി കോലമായിട്ട് നിന്നുകൊണ്ടാണ്. എന്തിനാണ് ഇത്രയും വലിയ കുരിശ് എടുത്തതെന്ന് ഓർക്കണം. ഇതെല്ലാം നിത്യതയുടെ വിഷയമാണ്. ഞാൻ മാതാവിനെ കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ നിത്യതയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ദൈവം തന്നിട്ടില്ലെങ്കിൽ ആ ദൈവം തരാത്തതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താ കാര്യം? അതിന് പകരം നിങ്ങൾക്ക് തന്നു കാണും. അതിൻ്റെ പേര് നിത്യത എന്നാണ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. നിത്യത ഞങ്ങൾക്ക് അവകാശമാക്കുവാൻ നീ തന്ന എല്ലാ സഹനങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും
മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. ആരെങ്കിലും അവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ 4:34 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എന്താണ് ഈശോ പറയണത്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവനേൽപ്പിച്ച ജോലി പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് എൻ്റെ ഭക്ഷണം. കുരിശാണ് എൻ്റെ ഭക്ഷണം എന്നാണ് ഈ പറയണത്. കാര്യം കുരിശിൽ അവസാനം പറഞ്ഞ വാക്ക് എന്താണ്? എല്ലാം പൂർത്തിയായി. എന്നുവെച്ചാൽ അത് തന്നെയാണ് എല്ലാം പൂർത്തിയായെന്ന് അവൻ പറയുമ്പോൾ അപ്പാ എന്നെ ഏൽപ്പിച്ച ജോലിയെല്ലാം പൂർത്തിയായി. ഈ ഭൂമി എന്തിനാണെന്ന് ഈശോയോട് ചോദിച്ചാൽ ഈശോ പറയും ഈ ഭൂമി അപ്പാ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാനാണെന്ന് പറയും. അതാണ് ഗെത്സമനി മുട്ടുകുത്തുമ്പോൾ കർത്താവ് മുട്ടുകുത്തിയ സ്ഥലത്ത് മുട്ടുകുത്തിയവനാണ് ഞാൻ. കാര്യം ഞാൻ ഗെത്സമനി ചെല്ലുമ്പോൾ കർത്താവിൻ്റെ ഗെത്സമനിയിൽ പോയി. നിങ്ങളും ഗെത്സമനി പോയി കാണും പലരും. പക്ഷെ ഞാൻ അവിടെ ഒരു സൂത്രപ്പടി കാണിച്ചു. ഞാൻ കുർബാന ചെല്ലുകയായിരുന്നു ഗെത്സമനി നിന്നുകൊണ്ട്. അപ്പോൾ ഗെത്സമനി കുർബാന ചെല്ലണ എൻ്റെ മുമ്പിലാണ് കർത്താവ് മുട്ടുകുത്തി ചോര വീർത്ത സ്ഥലം കിടക്കുന്നത്. അവിടെ പിച്ചള കൊണ്ട് വലിയ ഒരു പുൽക്കിരീടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പോലീസ് നിൽക്കുന്നുണ്ട്. അയാൾ അങ്ങോട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൻ്റണി പയ്യപ്പള്ളി അച്ഛനാണ്. പയ്യപ്പള്ളി അച്ഛന് കുർബാന കൊടുത്തിട്ട് ആൾക്കാർക്ക് കുർബാന കൊടുക്കാൻ പറഞ്ഞു കുർബാന സ്വീകരണത്തിന് സമയത്ത്. അപ്പോൾ അത് കൊടുത്തിട്ട് അച്ഛനെ മുമ്പോട്ട് കയറ്റി വിട്ട്, അല്ലെങ്കിൽ അച്ഛനും പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പതുക്കെ വന്നു വെച്ചും ഞാൻ ഒരു നിമിഷം കർത്താവെ സോറി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഗെത്സെമനി കർത്താവ് മുട്ടുകുത്തിയ സ്ഥലത്ത് ഞാൻ എൻ്റെ മുട്ടുകുത്തിയിട്ട് താങ്ക്സ് ലോഡെന്ന് പറഞ്ഞേ, കർത്താവെ നന്ദിയെന്ന്. ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി അവസാനമായി നീ മുട്ടുകുത്തിയ സ്ഥലമാണിത്, ഇവിടെ വന്ന് മുട്ടുകുത്താൻ ഒത്തില്ല നന്ദിയെന്ന്. അന്ന് നീ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? 17:4 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 17:4 അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. അതാണ് അവസാനം പറഞ്ഞ വാക്ക്, ഗെത്സെമനി പറയുന്ന വാക്ക്. എന്താണ്? ഞാൻ പൂർത്തിയാക്കാൻ പോണ അപ്പ കുരിശിലേക്ക് പോവുകയാണ്, എൻ്റെ ജോലി പൂർത്തിയാക്കാൻ പോവുകയാണ്. കുരിശ് മരിക്കണ മുമ്പ് തന്നെ മരിച്ചതിൻ്റെ മുഴുവൻ അക്കൗണ്ടിലേക്ക് ആദ്യമേ സമർപ്പിക്കും. എന്താ പറയണത്? പിന്നീട് ഈശോ പറയണത് പിറ്റേ ദിവസമാണ് പറയണത് ഇത് എല്ലാം പൂർത്തിയായെന്ന് പറയണത്. എൻ്റെ മക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നിത്യതയുടെ അംശങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണെന്ന് ഓർക്കണം. പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ഒരു രോഗമാണെന്ന് ഓർക്കണം. പ്രാർത്ഥിച്ചിട്ടും നന്നാകാത്ത നിൻ്റെ ഹസ്ബൻഡാണെന്ന് ഓർക്കണം. പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത നിൻ്റെ കുഞ്ഞാണെന്ന് ഓർക്കണം. ആരും ദൈവത്തിൽ നിന്ന് കിട്ടിയതല്ല നമ്മൾ ഉയർത്താൻ പോണത്. എൻ്റെ ദൈവവേദന എന്നെ ഉയർത്താൻ പോണത് ദൈവത്തോട് ചോദിച്ചിട്ട് നമുക്ക് കിട്ടാത്തതാണ്. അതാണ് ദൈവത്തിൻ്റെ അതാണ് നമ്മുടെ ആഹാരം. അതാണ് പിതാവ് നമ്മളെ ഏൽപ്പിച്ച് ജോലി എന്ന് പറയുന്നത്. അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് പറയുന്നത്. അത് പൂർത്തിയാക്കാൻ അവസരം കിട്ടുമ്പോൾ ചാടി ഉല്ലസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ അവസരം ഒരു ദൈവ വിളി പോലെ കിട്ടിയിരിക്കുന്ന എന്നുള്ളത് നമ്മൾ സന്തോഷിക്കണം. അതിൻ്റെ മുഴുവനും കൈയും കാലും വെച്ച രൂപമാണ് അമ്മ. അമ്മയും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ എല്ലാം പൂർത്തിയാക്കിയിട്ടാണ് നിൽക്കുന്നത്. എന്താണ്? ബിഹോൾഡ് എന്ന് പറഞ്ഞതിന് ശേഷം ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ പൂർത്തിയാകട്ടെ എന്നാണ്. എന്നിൽ നിറവേറട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എല്ലാം നിറവേറിയെന്നാണ് പറയണത് ഈശോ പറയണത്. അമ്മ പറയണത് എന്താണ്? നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ, എല്ലാം പൂർത്തിയാകുന്ന ഈശോ പറയണത്. അമ്മ പറയണത് എന്താണ്? നിൻ്റെ വചനം പോലെ എന്നിൽ പൂർത്തിയാകട്ടെ. രണ്ട് വചനത്തെ പൂർത്തിയാക്കിയ ദൈവഹിതത്തെ ദൈവിക ആത്മാവിൻ്റെ ആഹാരം പോലെ എടുത്തിട്ട് അതിനെക്കുറിച്ച് ദൈവത്തിന് ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് യാചിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ദൈവം നിങ്ങൾക്ക് തന്നില്ലെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചല്ലോ, ഞാൻ ഉടമ്പടി എടുത്തല്ലോ, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചല്ലോ, എന്നെപ്പോലെ ജീവിക്കാത്ത എത്രയോ പേരെ നീ ഉയർത്തി, എന്നോട് മാത്രമെന്താ നീ എനിക്ക് രോഗം തന്നത്, എന്നോട് മാത്രമെന്താ നീ എൻ്റെ മകനെ ഉയർത്തി വിടാഞ്ഞത് എന്ന് നിങ്ങൾ ദൈവത്തോടൊരു അക്ഷരം മിണ്ടരുത്.
ദൈവത്തോട് നമുക്ക് സംഭാഷിക്കാവുന്ന ഏറ്റവും സ്വരം കൂടിയ സംഭാഷണം എന്ന് പറയുന്നത് ഒരു മൗനമാണ്. അത് വെറും മൗനമല്ല, മറിയത്തിൻ്റെ മൗനം. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക് എന്താണെന്നറിയാവോ? കർത്താവിൻ്റെ 6:33 മത്തായിയുടെ സുവിശേഷം. എന്താ പറയണത്? ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ അറിയാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ആർക്കറിയാവുന്നതാണ്? സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. ഈശോയ്ക്ക് മാത്രമല്ല കേട്ടോ. ഞാൻ എപ്പോഴും അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഫസ്റ്റ് ക്രൂസിനോടൊക്കെ പറയും, ഇത് അമ്മ ഏകപക്ഷീയമായി എടുത്ത തീരുമാനമൊന്നുമല്ല, അപ്പായോട് കൺസൾട്ട് ചെയ്തിട്ടാണ്, ഈശോയോട് കൺസൾട്ട് ചെയ്തിട്ടും അപ്പായോട് കൺസൾട്ട് ചെയ്തിട്ടുമാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്താ കാര്യം? ഒരു കൊന്തയും പിടിച്ചോണ്ടോ കൊച്ചിനെയും പിടിച്ചോണ്ടൊന്നും അല്ല വന്നിരിക്കണത്. സീരിയസ് സബ്ജക്റ്റാണ് ഡീൽ ചെയ്യണത്. ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണത്, മനുഷ്യരാശിയോട് സംസാരിക്കണത്, അത് കാണിക്കണത് കാലത്തെ നെഞ്ചിൽ ചാർത്തിക്കൊണ്ടാണ് കാണിക്കണത്. അപ്പോൾ ഇതൊരു സീരിയസ് ആണ് സഭ. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്ദേശം കൈമാറിക്കൊണ്ടേയിരിക്കണം. എന്താ കാര്യം? അതുപോലെ തന്നെ കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാമെന്നവൻ. അപ്പോൾ പിതാവിനോട് ചോദിച്ചിട്ട് തന്നെയാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ IELTS, നമ്മുടെ കാനഡയും, നമ്മളുടെ ലോണും ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന്, അതൊക്കെ അതിൽ രക്ഷപ്പെടട്ടെ നമുക്ക്. അതായത് എന്തെങ്കിലും കടവും വിലയായിട്ട് നടന്നൊരു കാര്യമുണ്ടോ? മര്യാദയ്ക്ക് ജീവിക്കണ്ടേ? ദൈവത്തിൻ്റെ മക്കളല്ലേ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിനെ പോലെ മാന്യമായിലൂടെ ജീവിക്കണം. പിന്നെ അതിൻ്റെ അകത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മാന്യമായിട്ട് ഇവിടെ ജീവിക്കുന്നതിൽ ചില ആൾക്കാർക്ക് പറ്റുന്ന പ്രശ്നം നല്ല ആത്മാവല്ലെന്നുള്ളത്. ഈ മാന്യമായിട്ട് ജീവിക്കുന്നില്ലേ, പക്ഷെ അതായത് ഈ മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഭൗതികമായ ആനുകൂല്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളുടെ അപ്ഡേഷൻസൊക്കെ വരുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമ്മുടെ ഈഗോയും അതിൻ്റെ കൂടെ അങ്ങ് വളരുന്നുണ്ട്. എന്നിട്ട് മറ്റുള്ളവരെക്കാൾ നമ്മൾ കേവന്മാരാണെന്ന് അവിടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. നിങ്ങൾക്കറിയാവില്ല, ചില സ്നേഹം പോലും അമിതമായ സ്നേഹമെന്ന് പറയണത് അമിതമായ അധികാരമാണ്. അതാണ് വിഷയം. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കുന്നതാണ്. നമ്മൾക്ക് ഒരു കാര്യത്തോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഓപ്പോസിറ്റ് ദൈവത്തോട് ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് പ്രണയത്തേക്ക് ഞാൻ കണ്ണുടച്ചങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം അതാണ്. പ്രണയത്തേക്ക് ഞാൻ കണ്ണുടച്ച് സപ്പോർട്ട് ചെയ്യാത്ത കാരണം ആത്മീയ അപകടം അതിലുള്ളത് കൊണ്ടാണ്. കാര്യം നിങ്ങൾ ദൈവത്തിന് കൊടുക്കുക. പള്ളി വന്നാലും നിങ്ങൾ എന്ത് ചെയ്യും? പള്ളി എത്രയും വേഗം പള്ളി അവസാനിപ്പിച്ചിട്ട് സിമിത്തേരി പോയി ആണും പെണ്ണും കൂടി കുരിശിൻ്റെ ചവിട്ടിരുന്നുണ്ട് അമ്മേനെ ചത്തവൻ്റെ കുരിശ് ചാരിന്നുകൊണ്ട് സംസാരിക്കും. അതാണ് പ്രശ്നം. എന്നുവെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥലത്ത് ദൈവത്തിന് കൊടുക്കാതെ നിങ്ങളുടെ ബോഡി മാംസമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് നിങ്ങളെ ഡീപ്രമോട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പരിപാടികൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ വരാം അവളിങ്ങനെ കമന്ന് കിടന്നുകൊണ്ട് മൊബൈൽ വെച്ചുകൊണ്ട് ചോറുണ്ടാ കുളിച്ചാ അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാ എല്ലാതും ചോദിക്കണത് ഇത് തന്നെയാണ് കുളിച്ചാന്ന്. അവൻ അടുത്ത് വരുമ്പോൾ ഇവർക്ക് മണമായിരിക്കും. അതുകൊണ്ടാണ് കുളിച്ചാന്ന് ചോദിക്കണത്. എന്ത് വേണ്ട.
അപ്പോൾ ഇത് ഈ പ്രാർത്ഥനയുടെ ദൈവത്തോട് സംസാരിക്കേണ്ട സമയത്ത് ഇവൾ കുളിച്ചിട്ട് തന്നെ വർഷങ്ങളായി, എന്നിട്ട് അവൻ കുളിച്ചാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായ, ഈ പ്രേമത്തിൻ്റെ സംഭവം ബാക്ടീരിയ വൈറസ് തലക്കടിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു ഫോബിയ ഉണ്ടാവും. ഈ പേപ്പട്ടിയുടെ തലയിൽ വൈറസ് കയറി കഴിഞ്ഞാൽ വെള്ളം കണ്ട അറച്ചറച്ച് മാറും. അതുപോലെ അറ്റാച്ച്മെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രാർത്ഥന കാണുമ്പോൾ അറച്ചറച്ച് മാറും. അതാണ് വിഷയം. അതുകൊണ്ടാണ് ആ മര്യാദയ്ക്ക് ജീവിക്ക്, ഒരു ജോലിക്ക് കിട്ടട്ടെ, സ്വന്തം കാര്യം നിൽക്കാനാകട്ടെ, അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു ദൈവഹിതമാണെന്ന് കണ്ടാൽ നിങ്ങൾ, ഞാനത് സ്നേഹിക്കേണ്ടതെന്ന് ഞാൻ പറയത്തില്ല, ബൈബിൾ പറയണില്ല, പിന്നെ ഞാൻ എന്താ പറയണത്. പക്ഷേ ദൈവത്തെ മറന്നുകൊണ്ട് ഈ അഭ്യാസത്തിന് പോകരുത്, നിങ്ങൾക്കത് നട്ടക്കച്ചവടമായിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം നമുക്ക് ദൈവത്തെ മറക്കുമ്പോൾ ഇതിൻ്റെ പേരിൽ പിന്നെ മാതാപിതാക്കന്മാരുമായിട്ട് കലഹിക്കേണ്ടി വരും, അവിടെ സമാധാനം കളയും. അതാണ് വിഷയം. അവിടെ നമ്മൾക്ക് സമാധാനം ഉണ്ടാക്കി തന്ന മാതാപിതാക്കന്മാരുടെ സമാധാനം കളഞ്ഞിട്ട് നിനക്ക് മാത്രം സൂചിച്ചാലേ ആ സമാധാനത്തിന് എത്ര ആയുസ്സുണ്ടാകും? ഈ ഒരു നടക്ക് ഈ സംഭവം പോകത്തില്ല. അതുകൊണ്ടാണ് സംഭവം. അതുകൊണ്ട് ദൈവത്തെ മറന്ന് ഈ ആൾക്കാരുടെ എല്ലാം, ഞാൻ 10,000-20,000 പ്രേമക്കേസ് എടുത്തിട്ടുണ്ട്. ഈ അണ്ണന്മാരുടെ എല്ലാത്തിൻ്റെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരാദ്യം മറക്കണത് ദൈവത്തെ, പിന്നെ മറക്കണത് അത് ഒരു കക്ഷിയെ കിട്ടാൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റിയും കർത്താവ് പറയും, എന്നോട് കൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയണമെന്ന് കർത്താവ് പറഞ്ഞില്ലേ. അപ്പം ഈ പെണ്ണിനെ അടിച്ച് മാറ്റിയിരിക്കണത്, ആണിനെ അടിച്ച് മാറ്റിയിരിക്കണത് കർത്താവിനോട് ആലോചിക്കാതെയാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് രാവിലെ ഒരുത്തിനെ സ്നേഹിക്കും, ഉച്ചയ്ക്ക് വേറെ ഒരുത്തിനെ സ്നേഹിക്കും, വൈകുന്നേരം ഒരുത്തിനെ, ഈ 3 പേരും കൂടി ഒരുമിച്ച് കണ്ടെത്തുന്ന കാര്യത്തിൽ ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. എന്താ ചിതറിപ്പോയി. എത്ര ഡൈവേഴ്സുകളുണ്ടായിരിക്കണത് ഈ ചിതറിപ്പോയതാണ് കാര്യം. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. അല്ലെങ്കിൽ ഞാൻ അറേഞ്ച് പേരും പറ്റിയ മഹത്വമൊന്നും പറയണില്ല, ഞാൻ പറയണ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സ്നേഹം വിശുദ്ധമാകണം. നല്ല ആത്മാവെന്ന് പറയണില്ലേ? നല്ല ആത്മാവെന്ന് പറഞ്ഞാൽ ദൈവത്തെ കക്ഷി ചേർക്കണം. ദൈവത്തിൻ്റെ ആത്മാവെന്ന് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സങ്കീർത്തനം നല്ല ആത്മാവെന്ന് പറയണത്? ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമേ നല്ല ആത്മാവുള്ളൂ. ബാക്കിയെല്ലാം ആത്മാവിൽ ദൈവത്തേക്കാൾ പ്രാധാന്യം സ്വന്തമായ താല്പര്യങ്ങൾക്കും സുഖങ്ങൾക്കുമായിരിക്കും. അത് നല്ല ആത്മാവല്ല. ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ദിസ് വേൾഡ്. ദൈവത്തെ അറ്റാച്ച് ചെയ്യുമ്പോൾ, ദൈവത്തോട് അറ്റാച്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നന്മ പോകും. അതുകൊണ്ടാണ് ദൈവം മാത്രമേ നല്ലവനുള്ള നീശ പറയത്തില്ലേ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഉടമ്പടിയിലൂടെ നമ്മളൊരു ബയലാറ്ററൽ എഗ്രിമെൻ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ദൈവമായിട്ട് അറ്റാച്ച് ചെയ്യണം. ജീവിതം അറ്റാച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിക്കുക ദൈവമായിട്ട്. ദൈവത്തിന് ഫസ്റ്റ് റെഫറൻസ് കൊടുക്കുകയാണ്. ഫസ്റ്റ് റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ മുറിയിൽ അങ്ങനെ ഞാൻ ആരെയും കയറ്റാറില്ല. അല്ലേക്കുള്ള എൻ്റെ ക്രൂസ് വളരെ എൻ്റെ പ്രോജക്റ്റ് ചെയ്യുന്നവരായിരിക്കണം. എനിക്ക് അവരോട് ഡിസ്കഷൻ ചെയ്യാനുള്ള എന്തെങ്കിലും സീരിയസ് സബ്ജക്റ്റ് ഉണ്ടാകണം. അല്ലാത്തൊരു ചില സമയത്ത് വല്ലവരുടെ കൂടെ ആരെങ്കിലുമൊക്കെ കയറി വരും. വേറെ ചില പ്രധാനപ്പെട്ട കക്ഷികൾ ചില സീരിയസ് ടോക്കുകൾ നടത്താൻ വേണ്ടി വരുമ്പോൾ, മര്യാദ ഉള്ളവരാണെങ്കിൽ ഫോൺ വരുമ്പോൾ അവർ, അച്ഛാ ഇത് സീരിയസ് ഫോണാണ്, ഞാൻ ഇന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് പുറത്തോട്ട് പോകും. ചില ആൾക്കാർ അവിടെ ഇരുന്ന് ഫോൺ ചെയ്യും എൻ്റെ മുമ്പിലിരുന്ന്. പിന്നെ അവരുടെ കാര്യത്തിൽ തീരുമാനമാകും. പിന്നെ എന്താണ്, ഞാൻ 5 മിനിറ്റുള്ള ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും, അയാളെ പുറത്താക്കും. എന്താ കാര്യം? അയാൾ എൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് വേറെ ആൾക്കാരെ വിളിക്കുകയാണ്. ഇതുപോലെയാണ് പ്രാർത്ഥനയുടെ വിഷയം. പ്രാർത്ഥനയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തേക്കാൾ പ്രാധാന്യമുള്ള വേറെ വിഷയങ്ങൾ നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഉടമ്പടി നിങ്ങളുടെ ഉടായ്പാവും. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. അതായത് ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല കേട്ടാ. ഈ പ്രശ്നം നമുക്കുള്ളത് കാരണമാണ് കൽപ്പന എഴുതിയപ്പോഴും പറഞ്ഞു, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ അല്ലാതെ. അതാണ് ഈ വേറൊരു ദൈവം ഇടയ്ക്ക് കയറി വരും. അത് ലവ് അഫെയറിലും ഉണ്ടാവും. വേറെ ദൈവമായിട്ട് നിങ്ങളുടെ പ്രണയ സഖാവ് കയറി വരും. അതാണ് വിഷയം. വേറെ ദൈവമായിട്ട് തരും. കാര്യം അവനാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവളാണ് തീരുമാനിക്കുന്നത് നമ്മൾ പള്ളിയിൽ പോകണ വേണ്ടേന്ന് പറഞ്ഞ പോലെ. അതാ നമ്മൾ കുമ്പസാരിക്കണ വേണ്ടേന്ന് തീരുമാനിക്കണ ആരാണ്? കുമ്പസാരിച്ചാൽ പിന്നെ ഇവൻ്റെ തോണ്ടലും തൊടിയിലൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് അവളോട് പറയുന്നത് കുമ്പസാരിക്കണമെന്ന് പറയും. ആ പന്നി പറയണം മാത്രമേ ഇവിടെ കേൾക്കത്തുള്ളൂ. തീർന്നില്ല, ഇവിടെ കാര്യത്തിൽ തീരുമാനമായില്ലേ? ദിസ് ഈസ് സിറ്റുവേഷൻസ്. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഒരു പക്ഷേ ദൈവത്തിന്
ഗെറ്റ് ഔട്ട് അടിക്കണപ്പോൾ അതാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിലുള്ള മക്കൾ വളരെ സൂക്ഷിച്ച് വേണം ഇക്കാലങ്ങളിൽ. നിനക്ക് ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഫസ്റ്റ് റെഫറൻസ് നിന്റെ ദൈവം തന്നെയായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാലങ്ങളിലും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ ഉടമ്പടിയുടെ ഉത്സാഹത്തോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. കൊടുത്തുകൊണ്ട് ജീവിതത്തിന്റെ ഏത് കാലാവസ്ഥകളും മുന്നേറുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന സ്നേഹമേ, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും നേരം കർത്താവ് നിങ്ങളോട് എന്നോട് സംസാരിച്ചത്, ഏതെങ്കിലും വിഷയത്തിൽ ടൈം ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കിട്ടണത് വരെ അത് ദൈവഹിതമായിട്ട് തന്നെ നീ കണക്കാക്കണം. യു ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായില്ലേ? ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കറിയാം ഇത് കൃപാസനമാണ്. ഈ ഭൂമിക്ക് മുകളിൽ ഒരു ദിവസം മുഴുവനും നിന്ന് സാക്ഷ്യം പറയുന്ന ലോകത്തിലെ ഏക ഇടമാണിത്. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നം ഇവിടെ വന്നാൽ തീരാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിൻ്റെ കഴിവുകേടിനേക്കാൾ ഉപരി അമ്മയുടെ കഴിവിലും അമ്മയുടെ പ്രത്യക്ഷഗണത്തിലും പ്രത്യക്ഷഗണ സന്ദേശത്തിൻ്റെ ദൈവഹിതത്തിലുമാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യക്ഷഗണത്തിന് സാക്ഷിയാകാൻ ആര് തീരുമാനിച്ചാലും അവൻ്റെ കാര്യത്തിൽ ദൈവം തീരുമാനമെടുക്കും. എന്താ കാര്യം? അത് നമ്മുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. കൃപയാലേ, കൃപയാൽ അനുദിനവും, കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്, ഒരു കാരണവശാലും ദൈവത്തിനോട് എതിർത്ത് ഒരു വാക്കും പറയരുത്. ഇൻ കേസ് അങ്ങനെ പറഞ്ഞാൽ പോലും സോറി പറയണം. എന്താ കാര്യത്തിൽ? അമ്മ ഒരിക്കൽ ഈശോയോട് ചോദിച്ചായിരുന്നു, ഈശോ നീ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? കാര്യം കാണാതെ പോയില്ലേ. അപ്പോൾ ദേവാലയത്തിൽ പോയി ഒരു ദിവസത്തിന് ശേഷമല്ലേ അമ്മ കണ്ടുമുട്ടിയത്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. ഒരു സോറി പോലും പറയാതെ ഈശോ ഇവിടെ തങ്ങിയില്ലേ. അങ്ങനെ ആദ്യമായിട്ട് ചെയ്യണതാ. അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. ഒന്നാമത് കാശും കയ്യിലില്ല, തിരിച്ചു പോകാനുള്ള കാശും കൊണ്ടാണ്, മിനിമം കാശും കൊണ്ടല്ലേ ഈ കാർപ്പൻ്ററിൻ്റെ വൈഫ് വരണത്. അങ്ങേരെ ഉടിയും കൊട്ടുപൊടിയും എടുത്തിട്ടല്ലേ കഞ്ഞി വെച്ച് പോണത്. അതിൻ്റെ അകത്തുനിന്ന് ബാക്കിയുള്ള നക്കാപ്പിച്ച കാഴ്ച പിടിച്ച് വെച്ചിട്ടാണല്ലോ ഒരു കൊല്ലം കഴിയുമ്പോൾ പള്ളി കൂശി പൊട്ടിച്ച് പള്ളി വന്നത്. എന്നിട്ട് ഇപ്പോൾ ഇരട്ടിപ്പണിയായില്ലേ. ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂർ വരെയുള്ള യാത്ര ഉണ്ട്. തൃശ്ശൂർ എത്തിയിട്ട് ഈശോ അവിടെ നിന്ന് അമ്മ എറണാകുളത്ത് എത്തിയപ്പോഴാണ് അറിയണത് ഈശോ ഇവിടെ ഇല്ലെന്ന്. പിന്നെ തിരിച്ചു പോയി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇരട്ടി യാത്രയായി. അപ്പോൾ ഈശോ അമ്മ ചോദിക്കും, എന്താ ഈശോ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത്? നിൻ്റെ അപ്പ എന്തുമാത്രം വിഷമിക്കണമെന്നറിയാവോ? ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്നറിയും. അപ്പോൾ ഈശോ എന്ന് പറയും, എന്താ കാര്യം? ചില കാര്യങ്ങൾക്ക് ദൈവത്തിന് നമ്മളോട് പറയാൻ പറ്റത്തില്ല. സ്വന്തം മകനാണെങ്കിലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ചില കാര്യം ദൈവം നമ്മളോട് പറയത്തില്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് നിങ്ങൾ ചോദിക്കരുത്. കാര്യം ഈശോയ്ക്ക് വേണമെങ്കിൽ സോറി പറയാമായിരുന്നു, പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? നിങ്ങളറിയണം. എന്തറിയണം? ദൈവഹിതം നിങ്ങളറിയാൻ ബാധ്യസ്ഥയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ആകേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടി എടുത്ത് ദൈവത്തിൻ്റെ അമ്മയുടെ അപ്പൻ്റെ വചനത്തിൻ്റെ നടപ്പിൽ വരുത്തുന്ന ആൾക്കാരുടെ ഉയരുമ്പോൾ ചില കാര്യങ്ങൾ ദൈവഹിതത്തിന് വിടണമെന്ന് നിങ്ങൾക്കറിയണം. അതുകൊണ്ട് ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് ചെയ്തു തരാത്തത് എന്താണെന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിക്കരുത്. അമ്മ പക്ഷേ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അങ്ങനെ ചോദിക്കേണ്ടിയില്ലായിരുന്നെന്ന്. വീട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്ത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിന് മറുപടി ചോദിച്ചില്ല. നീ എന്താ എന്നോട് അങ്ങനെ ചോദിച്ചത് അവിടെ വെച്ച്? നിൻ്റെ നീ പറയാതെ നിൻ്റെ ഹിതം നീയല്ലേ ദൈവം?
ഞാൻ നിന്നെ പെറ്റ് എടുക്കാൻ വേണ്ടി ദൈവം എന്നെ ഉപകരണമാക്കിയല്ലേ, നിനക്കൊരു വാക്കിന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്നല്ല, അങ്ങനെ ഒന്നും ചോദിച്ചില്ല. ഈശോയുടെ വീട്ടിൽ വന്ന് തർക്കോത്തരം പറയാൻ അമ്മ തയ്യാറായില്ല. അതിന് പകരം എന്താ ചെയ്തത്? അവളെ ഹൃദയത്തെ സംഗ്രഹിച്ചു. ചില കാര്യങ്ങൾ ദൈവത്തിന് നമ്മളോട് പറയാൻ പറ്റത്തില്ല, നമ്മൾക്ക് ഹൃദയത്തെ സംഗ്രഹിക്കാൻ പറ്റത്തേ ഉള്ളൂ. അതാണ് നിൻ്റെ അന്നന്ന് വേണ്ട ആഹാരം, അതാണ് ദൈവഹിതം, അതാണ് നിൻ്റെ നല്ല ആത്മാവിലേക്ക് നീ സഞ്ചരിച്ചെത്തുന്നതിൻ്റെ സൂചന. കൈയടിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, വാട്ട് എവർ ഹാപ്പൻസ് ടു അസ്, എല്ലാ സമയങ്ങളും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, ഉടമ്പടിയിൽ പുതുക്കി കഴിഞ്ഞാൽ ഒരു നിയോഗം വെക്കേണ്ടത് എന്താണെന്നറിയാവോ? കർത്താവെ, സമയത്തും അസമയത്തും സുവിശേഷം പ്രസംഗിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സമയത്തും അസമയത്തും സുവിശേഷത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ എന്നെ സഹായിക്കണമേ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സമയത്തും അസമയത്തും സുവിശേഷം പ്രസംഗിക്കുക. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 4:2 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക, വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മേ ബി, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് വചന കൈമാറ്റമാണ്. ചിലപ്പോൾ അനുകൂല സാഹചര്യം വരും, ചില പ്രതികൂല സാഹചര്യം വരും. നിങ്ങൾക്ക് സുവിശേഷത്തിനൊരു നിലപാടുണ്ട്. ഇപ്പം സുവിശേഷം ഏക്ക് കൊടുക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. അതുപോലെ തന്നെയാണ് സുവിശേഷത്തിന് സാക്ഷ്യമാകുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. ഒന്ന് പറഞ്ഞ്, സുവിശേഷത്തിന് സാക്ഷ്യമാവുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. ഇതിന് രണ്ടിനും ആത്മീയമായിട്ട് ഒരേ വാല്യൂ ആണ്. അനുകൂല സാഹചര്യത്തിൽ നീ സുവിശേഷത്തിന് സാക്ഷിയാകണതിനും 10 മാർക്കുണ്ട്. പ്രതികൂല സാഹചര്യത്തിൽ നീ സുവിശേഷം സാക്ഷിയാകണതിന് ചിലപ്പോൾ 15 മാർക്ക് കിട്ടുമെന്ന് വരാം. അപ്പോൾ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രധാനപ്പെട്ട സാഹചര്യം എന്ത് സംഭവിക്കാം. ചിലപ്പോൾ നീ ഒരു ഭർത്താവ് മരിച്ച വിധവയായിരിക്കാം. ചിലപ്പോൾ നീ 2 അബോർഷൻ കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ കൂടെ അബോർഷൻ ടെൻഡൻസി കാണിക്കുന്ന ഒരു ഗർഭപാത്രമൊക്കെ നിനക്കുള്ളത്. സാഹചര്യം എന്തുമാകാം നിൻ്റെത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് വയറെ പത്തി പിടിച്ച് ദൈവത്തിൻ്റെ തന്തയ്ക്ക് വിളിച്ചൊരു കാര്യമില്ല. എന്താ ചെയ്യേണ്ടത്? കർത്താവെ, ഞാൻ നിൻ്റെ മുമ്പിലൂടെ പോവുകയാണ്. കാര്യം ഉടമ്പടി ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? ദാവീദ് പറഞ്ഞതും എബ്രഹാം പറഞ്ഞതും ഒരു കാര്യമാണ്. എന്താണ്? എബ്രഹാത്തിനോട് ദൈവം പറഞ്ഞത് എന്താണ്? നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും. മനസ്സിലായോ? വേറെ കണ്ടവൻ്റെ പുറകെ മുമ്പേ പോയി നിൽക്കരുതെന്ന് അർത്ഥം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് 17:3. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 17:1 ഉൽപ്പത്തി 17:1. അബ്രാമിന് 99 വയസ്സായി കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എന്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ഇതിന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് എവർ ഹാപ്പൻസ് ടു യു, പക്ഷെ നീ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകണം. ബിക്കോസ് ഐ ആം ഓൾമൈറ്റി ഗോഡ്. ഞാൻ ദൈവമാണെന്നല്ല പറഞ്ഞത്. എന്താ കാര്യം? സർവശക്തനാണ്. നിൻ്റെ സാഹചര്യത്തെ എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ ഐ ക്യാൻ ഡു ഇറ്റ്. സോ എൻ്റെ മുമ്പിൽ തന്നെ നീ ഉണ്ടാകണം. എന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധി ഉണ്ടാകണം. അല്ലാതെ ഇന്ന് കൊച്ചു സൈക്കിളെ ഇടിച്ച് അല്ലെങ്കിൽ മകളെ പട്ടി കടിച്ചെന്ന് പറഞ്ഞ് ഇന്ന് കുടുംബപ്രാർത്ഥന വേണമെന്ന് പറയരുത്. നീ ദൈവത്തിന് മുമ്പിലല്ല അപ്പോഴും. ഇന്ന് നമ്മൾ ഉടമ്പടി എടുത്തിട്ട് അപ്പോൾ നമ്മൾ പച്ചത്തിരി കത്തിക്കുമ്പോൾ തന്നെ ഭർത്താവ് അവിടെ കിടന്ന് 2 സ്മോളൊക്കെ വിട്ടിട്ട് അവിടെ കിടന്ന് പറയും, പച്ചത്തിരി കത്തിച്ച് കൊച്ചിനെ പട്ടി കടിച്ചെന്ന് പറയും.
ആ ഭ്രാന്തൻ എന്തെങ്കിലും പറയട്ടെ, യു ഡോണ്ട് മൈൻഡ് അബൌട്ട് ഇറ്റ്. കാരണം നിന്നോട് എന്താ പറഞ്ഞിരിക്കണത്? എന്താ പറഞ്ഞിരിക്കണത്? നീ സാഹചര്യം അനുകൂലമായാലും എന്താണ്, നീ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകണം. അപ്പം നീ പ്രാർത്ഥിക്കണത് എന്താണ്? പ്രാർത്ഥിച്ചേ, കർത്താവേ ഉടമ്പടി പ്രകാരം എൻ്റെ സാഹചര്യം പ്രതികൂലമായാലും ഉൽപ്പത്തി 17:1 അനുസരിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ തന്നെ ഉണ്ടാകാൻ എന്നെ അഭിഷേകം ചെയ്യണം. ആരാധന ദേവപിതാവേ, നന്ദി ദേവപിതാവേ, മഹത്വം ദേവപിതാവേ, ആരാധന. കൈയടിച്ചോട്ടെ സന്തോഷത്തോടെ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, നിങ്ങളുടെ കയ്യിൽ നിന്നൊരു കൈ അബദ്ധം വന്നു വിചാരിച്ചോ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ രീതി അനുസരിച്ചുകൊണ്ട് ചിലപ്പോൾ അശ്രദ്ധ വരും. ഉടമ്പടി എടുത്താലും ചിലപ്പോഴും ഉടമ്പടി ജീവിക്കുകയാണെങ്കിൽ ശരി, ചില കയ്യബദ്ധങ്ങൾ വന്നു കഴിഞ്ഞായിരിക്കും അറിയണം, ദൈവമേ ഞാൻ ഉടമ്പടി എടുത്താണല്ലോ, ഞാൻ ഓർത്തില്ലല്ല, അബദ്ധമായി പോലല്ല, അങ്ങനെ ചെയ്യരുതായിരുന്നു, അങ്ങനെ പറയരുതായിരുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, കുമ്പസാരിക്കാതെ ഉടമ്പടി ചെയ്യാൻ പറ്റുമോ? എൻ്റെ മകളെ, നീ ഒന്നും ചെയ്യേണ്ട, സോറി എന്ന് പറഞ്ഞാൽ മാത്രം മതി. എന്താ കാര്യം എന്നറിയാവോ? ഒരു സോറി പറഞ്ഞൊരു മനുഷ്യനാണ് ഇസ്രായേൽ ഭരിച്ചതെന്ന് നീ ഓർക്കണം. ഞാൻ ദാവീദിൻ്റെ കുഴിമാടത്ത് ചെല്ലുമ്പോൾ അവിടെ 1.5 മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കൂട്ടം തെറ്റിപ്പോയൊരു മനുഷ്യനാണ് ഞാനും വിജയകുമാറും. ഞങ്ങൾ ഈ ദാവീദിൻ്റെ കുഴിമാടം കണ്ടപ്പോഴെല്ലാം മറന്നുപോയി. അവിടെ നിന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാര്യം ഞങ്ങൾക്ക് മുമ്പ് നിൽക്കുന്ന 2 യഹൂദന്മാർ ധൂപം ഇങ്ങനെ അർപ്പിച്ചുകൊണ്ട് അവരിങ്ങനെ സങ്കീർത്തനങ്ങൾ പാടി ആടി അവരിങ്ങനെ നിർവൃതി നിൽക്കുകയാണ്. എത്ര കൊല്ലം, 2500 കൊല്ലം മുമ്പ് മരിച്ചുപോയി, 2000 അല്ല 10,000-3000 കൊല്ലം മരിച്ചുപോയ ദാവീദിൻ്റെ സിംഹാസനം, ദാവീദിൻ്റെ കുഴിമാടത്തിലെ ഈ യഹൂദ പുരോഹിതന്മാർ ഇരുന്നുകൊണ്ട് ധൂപാർച്ചന നടത്തി പ്രാർത്ഥിക്കണ കണ്ടപ്പോൾ പ്രാർത്ഥന എന്താണ്, നമ്മൾ ഇത്രയും നാൾ പ്രാർത്ഥനയേക്കാൾ വേറൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, ഇങ്ങനെ തീഷ്ണമായിട്ട് 24 മണിക്കൂർ ആ മനുഷ്യനവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാനും കൂടെ നിന്ന്, വിജയകുമാരൻ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ 1.5 മണിക്കൂർ അറിയാതെ നിന്ന് പ്രാർത്ഥിച്ചു പോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ കൂട്ടം കാണുന്നില്ല. പഴയ ജെറുസലേമിലാണ്, അകപ്പെട്ടു പോയി. പിന്നെ ഞാൻ കൊന്തയല്ലി ആണ് ആ പണ്ടി ടെല്ലവീവിലേക്ക് ജെറുസലേമിലേക്ക് കണ്ടുപിടിച്ചത്. കൊന്തയല്ലി 1.5 മണിക്കൂർ നടന്നു പോയപ്പോൾ അതിൻ്റെ അത് പെട്ടുപോയി, പിന്നെ രക്ഷപ്പെടാൻ പാടില്ല. പക്ഷെ മാതാവ് കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ കാറിൽ പോകുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വണ്ടി ഏതാണെന്ന് കണ്ടില്ല, അതിൻ്റെ ഡിസൈൻ അറിഞ്ഞില്ല, അതിൻ്റെ പേരറിയാൻ പാടില്ല. ഞങ്ങളെ കൊണ്ടുവന്ന ഞങ്ങൾക്ക് അത് 16 ലൈൻ റോഡാണ്, നമ്മുടെ 4 ലൈനല്ല 16 ലൈൻ റോഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ പാകി ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ പണ്ടി ഇവിടെ പോയി. നേരത്തെ അവർ ഞങ്ങളോട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞാൽ, നിങ്ങൾ ഒരു കാരണവശാലും കൂട്ടം തെറ്റി പോയത്, കൂട്ടം തെറ്റി പോയാൽ ഹോട്ടലിലേക്ക് വിളിക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഹോട്ടലിൻ്റെ നമ്പർ തന്ന്. ഹോട്ടൽ 90 കിലോമീറ്റർ അകലെയാണ്. പക്ഷേ വിജയകുമാറിൻ്റെ ഫോണിൽ ചാർജുമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ അകപ്പെട്ടു. പഴയ ജെറുസലേമിനകത്ത് കുഡൂസിൽ അകപ്പെട്ടു പോയി. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, ജപമാല ചെല്ലാൻ പറഞ്ഞ്. ഞങ്ങൾ ഒരു ജപമാല ചെല്ലിയിട്ട് കണ്ട വഴി, തെക്കും വടക്കും അറിയാൻ പാടില്ല, നല്ല ഉച്ച 12 മണി നേരം, നല്ല ഒരു 40 ഡിഗ്രി ചൂട്, അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി, പടിഞ്ഞോട്ട് വഴി, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഇടക്കോട്ട് വലത്തോട്ടും വഴി, പിന്നെയും വഴി. ഏത് വഴിയാണ് റോഡെന്ന് എവിടെ എത്തുമെന്ന് ഒരു പിടിയില്ല, വെച്ച് നടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ നീ നടന്ന വഴിയാണിത്, ഞങ്ങൾക്ക് 2 പേർക്ക് ആദ്യമായിട്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യേണ്ടതാണ്, ഞങ്ങൾക്ക് ഇവിടുത്തെ വഴിയൊന്നും അറിയത്തില്ല, ഞങ്ങളുടെ വണ്ടിയും അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാനീ കൊന്ത ചൊല്ലി തീരും, അപ്പം നീ ഞങ്ങളെ വഴിയിലെത്തിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വിജയകുമാർ പറഞ്ഞ്, അപ്പോഴാദ്യമായിട്ടാണ് ഒരു വിശ്വാസം പ്രയോഗത്തിൽ വരണത്.
പുള്ളിക്ക് കണ്ടുപിടി ഞെട്ടണത് അങ്ങനെ. ഞാൻ പറഞ്ഞു 5-ാമത്തെ ദിവസത്തിൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പറഞ്ഞപ്പോൾ ഉണ്ട് ഞങ്ങൾ റോഡേ എത്തി അവിടെ. പക്ഷേ റോഡേ എത്തുമ്പോൾ എന്ത് റോഡാണ് ഈ കാണുന്നത്? 16 ലൈൻ റോഡാണ്. ഇൻ്റർനാഷണൽ ടൗൺ സിറ്റിയല്ലേ. അവിടെ ചെന്ന് അകപ്പെട്ട് ഏത് വണ്ടി, നമ്മുടെ വണ്ടി എവിടെ പോയെന്ന് ആർക്കറിയാം? നമ്മുടെ മൊബൈലും വർക്ക് ചെയ്യണില്ല. എനിക്ക് പിന്നെ റോമിംഗ് ഇല്ല. സാറിന് റോമിംഗ് ഉണ്ട്, പക്ഷേ അവിടെ ബാറ്ററി വർക്ക് ചെയ്യണില്ല. ആകെപ്പാടെ കുഴപ്പത്തിലായി. വിജയകുമാറിനോട് പറഞ്ഞു സാറേ ഒരു വണ്ടി, ഞാൻ പറഞ്ഞു സാറേ ഒരു വണ്ടി എടുക്ക്. അവർ ടാക്സി എടുത്ത് ടാക്സി വന്ന് നിന്ന് ടാക്സിക്കാരൻ ഞങ്ങളോട് ചോദിക്കുകയാണ് എവിടെ പോകണമെന്ന്. ഞങ്ങൾക്കറിയാമല്ലോ എവിടെ പോകണമെന്ന്. ഞങ്ങളുടെ വണ്ടി പിടിക്കാനാണ് ഇയാളെ വിളിച്ചിരിക്കുന്നത് അറിയാമോ? അപ്പോൾ വണ്ടി എവിടെയാണെന്ന് ഞാൻ ചോദിക്കത്തില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഗെറ്റലാണെന്ന് പറഞ്ഞു, മുമ്പോട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ എവിടെ പോകണമെന്ന് പറഞ്ഞ്, അപ്പോൾ സാറ് പറഞ്ഞു ഗെറ്റലാണ് അപ്പോൾ മുമ്പോട്ട് പോകാം ഗ്രോഫ്രണ്ട് അത് പറയുന്നുണ്ട്. പക്ഷേ അപ്പം ഞങ്ങൾ രണ്ടും കൂടി ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെത് ഡ്രൈവറും വണ്ടിയൊന്നും അല്ല പ്രശ്നം, ഈ ജവമാല കൃത്യമായിട്ട് ചെല്ലുക എന്നുള്ള ആ സമയത്ത് ജവമാല ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ സാറിനോട് പറഞ്ഞു സാറേ 5-ാമത്തെ ദിവരഹസ്യത്തിന് നമ്മൾക്ക് ഈ സ്ഥലത്തെത്തിയെങ്കിൽ അടുത്ത കൊന്ത തീരുമ്പോൾ ഈ വണ്ടി കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ അമ്മ തരുമെന്ന് പറഞ്ഞു. അമ്മ തരും. അപ്പോൾ ഞാൻ സാറും കൂടി ചെല്ലിയിട്ട് അപ്പോൾ ഡ്രൈവർ ഇടയ്ക്ക് ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉതപ്പുണ്ടാക്കുന്നുണ്ട്. അയാൾ അപ്പോൾ വിജയകുമാർ ചോദിച്ചു വാ മിണ്ടാതിരിക്കേ, നിങ്ങൾക്ക് എത്ര രൂപ വേണം? അപ്പോൾ പറഞ്ഞ് എന്താ അയാൾ $500 ഉടനെ $500 എടുത്ത് അയക്ക് കൊടുത്ത്. എവിടെ 2 കിലോമീറ്ററേ പോയിട്ടുള്ളൂ. ഞങ്ങൾ മണ്ടന്മാരെ ഇന്ത്യക്കാരാണെന്ന് അയാൾക്കറിയാം. കാര്യം ഇത് വഴി അറിയാൻ വല്ലതും കയറി ഇരിക്കുക, സ്ഥലം പറയാവല്ലിരിക്കുക. ഇന്ത്യക്കാരുടെ ആരും 2 മണ്ടന്മാർ കേട്ടിട്ടുണ്ട്. ഇന്ത്യക്കാരെ മണ്ണൊന്നും വേണ്ട, ഇന്ത്യക്കാർ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിയുള്ളവരാണ്. പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഇയാൾക്ക് വഴി പറഞ്ഞ് ഞങ്ങൾക്ക് അറിയത്തില്ല അവിടെ തെക്കും വടക്കും. ഞങ്ങളുടെ ജീവിതം അങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലിരിക്കണ കൊന്ത മാത്രമേ ഒരു ഉറപ്പുള്ളൂ. ഇതാണ് നമ്മുടെ ഈ എന്താ പാത്ത് ഫൈൻഡർ എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഇത് വെച്ചുള്ള കളിയാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ ഞാൻ ഈ കൊന്ത തീരണ സമയത്ത് 4-ാമത്തെ കൊന്ത തീരുമ്പോൾ തന്നെ അമ്മ പറഞ്ഞ് വണ്ടി ചുവപ്പാണെന്ന് പറഞ്ഞ്. അപ്പോൾ വണ്ടി ചുവപ്പ് നിറവാണ്, താഴെ കറുപ്പുണ്ടെന്ന് പറഞ്ഞ്. ഞാൻ ഉടനെ സാറിനോട് സാറേ ചുവപ്പ് വണ്ടിയാണ് അമ്മ പറയുന്നുണ്ട്, താഴെ കറുപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. 5-ാമത്തെ രഹസ്യം ചൊല്ലി അവസാനിക്കുമ്പോൾ ചുവപ്പും കറുപ്പും വണ്ടി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്ന അമ്മ. ഈ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാമേ അനുഭവങ്ങളെന്ന് പറയണത് അതാണ് പഠിപ്പിക്കലെന്ന് പറയണത്. ദൈവം അനുഭവങ്ങളിലൂടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് അവേ 143:10 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ആരാധന ആരാധന. 143:10 സങ്കീർത്തനങ്ങൾ. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണം. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവിനെ എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങയുടെ ഹിതം അനുവർത്തിക്കുകയാണ് എൻ്റെ ആഹാരം. അതാണ് നിരപ്പുള്ള വഴികളിലൂടെ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കുന്ന വ്യക്തിയായി നമ്മൾ എപ്പോൾ മാറുന്നുവോ അപ്പോൾ നമ്മൾ നിരപ്പുള്ള വഴിയിലൂടെ വരും. കാര്യം ഇതിൻ്റെ വിഷയമെന്ന് പറയണത് വചനം കേൾക്കണമെങ്കിൽ വഴി നിരപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ മാന്താനെ കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞ് പ്രത്യേകം മിഷൻ കൊടുത്ത് വിടേണ്ട കാര്യം എന്താണ്? ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ പറ്റിയൊരു സമൂഹത്തെ രൂപപ്പെടുത്തി എടുക്കാനുള്ള ജ്ഞാനസ്ഥാനം, പശ്ചാത്താപത്തിൻ്റെ ജ്ഞാനസ്ഥാനമാണ് യോഹന്നാൻ നൽകണത്. അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഒരു പശ്ചാത്താപം ഉണ്ടാവുകയും ദൈവത്തിൻ്റെ വചനം ജീവിക്കുകയും ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾ നിരപ്പുള്ള വഴികളിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ദൈവമായിട്ട് അടുത്ത നടപടി ദൈവത്തിൻ്റെ ഇടപെടലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഉടമ്പടിയുടെ ഉദ്ദേശമെന്ന് പറയണത് ആദ്യം തന്നെ നിരപ്പുള്ള വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ട് നല്ല ആത്മാവിലേക്ക് വരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നിങ്ങളുടെ ഉടമ്പടിയിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ മെക്കിട്ട് കയറാൻ പറ്റിയ ഒരു ഉദ്യോഗം ഉണ്ടാക്കണം. 10 പൈസ മറ്റവരെക്കാൾ മെച്ചമായിരിക്കണം നമ്മൾ. അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ ലോൺ പാസ്സാകുന്നതിലൂടെ നമുക്ക് അപ്പൻ്റെയൊക്കെ ഒന്ന് നമ്മൾ വീട് വെക്കാനുള്ള സ്ഥലം എഴുതി മേടിച്ച് കഴിഞ്ഞാൽ അനിയനെ എങ്ങനെയെങ്കിലും സ്കൂട്ട് ചെയ്യാം, അവിടുന്ന് ന്യൂട്രലാക്കി പുറത്താക്കാം എന്നൊക്കെയുള്ള പരിപാടികളൊക്കെ കയ്യിലുണ്ടെങ്കിൽ നല്ല ആത്മാവല്ലത്. നിങ്ങളുടെ നിയോഗം കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നീറി അവസാനിക്കണത്. എന്താ കാര്യം? എല്ലാ നിയോഗത്തിലും തരികിടയുണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷം അത് നേടിയെടുത്തതിലൂടെ മറ്റുള്ളവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതാണ് വിഷയം.
നിങ്ങൾക്ക് പണ്ട് പണി തന്ന ആൾക്കാർക്ക് എല്ലാം മുമ്പിൽ തലേലും കെട്ടി ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഭൗതിക ആനുകൂല്യത്തോട് ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല ആത്മാവല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതണം. എന്നിട്ട് നിരപ്പുള്ള വഴികളിലൂടെ ദൈവഹിതപ്രകാരം ജീവിക്കാൻ വേണ്ടി നിത്യത ലക്ഷ്യമാക്കൊണ്ട് പോകുമ്പോൾ അമ്മ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് മധ്യസ്ഥം വഹിക്കും. അമ്മ മധ്യസ്ഥം വഹിക്കുന്ന രീതി കണ്ടില്ലേ? ആ ഒരു ജപമാല, നീ ഒരു ജപമാല ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജന്മം അടുത്ത ജന്മം ജീവിക്കാൻ പറ്റും. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്. കാര്യം ജപമാല മുഴുവനും ഫുൾ ഓഫ് കർത്താവിൻ്റെ റിഡംഷൻ്റെ വീണ്ടെടുപ്പിൻ്റെ മുഴുവനും രക്ഷാകര സമ്പൂർണ്ണ ബൈബിളിനെ ഇങ്ങനെ കാച്ചിക്കുറുക്കി അങ്ങനെ മണികളാക്കി വെച്ചിരിക്കുകയാണ് ജപമാലയിൽ. അതിനേക്കാൾ വലിയ പ്രാർത്ഥന ഇനി ഉണ്ടാകാൻ പോണില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മളിത് 1000 മണിയൊക്കെ ആയിട്ട് വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാര്യം. വേറെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊക്കെ പറ്റിയ അബദ്ധം വല്ല ഉടായ്പ പ്രാർത്ഥനകളൊക്കെ വന്നപ്പോൾ നിങ്ങൾ ന്യൂട്രലായിട്ട് നിങ്ങൾ ജപമാല മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ പുറകെ പോയി. അതാണ് സംഭവം. മര്യാദക്ക് നിന്നുകയും നമ്മുടെ പിതാക്കന്മാരെ ദൈവവും തലമുറകളും പഠിപ്പിച്ച പ്രാർത്ഥനകൾ സത്യസന്ധമായ ആധ്യാത്മികതയിലേക്ക് നിങ്ങൾ തീഷ്ണമായി വരണം. നിങ്ങൾ വരണമെന്നല്ല ഞാൻ പറയണത്, നിങ്ങൾ തീഷ്ണമായി വരണതായിട്ട് ദൈവത്തിന് തോന്നണം. ദൈവത്തിന് തോന്നണമെന്നുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്തണം ദൈവം കാണണം. നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ സുവിശേഷം നമ്മളിലെ പരിശുദ്ധാത്മാവ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അനുകൂലം സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും നീ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകണം. പ്രതികൂലമായ സാഹചര്യം വന്നാലും ആ പ്രതികൂലമായ സാഹചര്യത്തിലും നീ ഒരു സുവിശേഷമായിക്കൊണ്ട് ദൈവത്തിനെ കൊണ്ട് തന്നെ ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നീ ശ്രമിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക വല്ലതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. എന്തൊക്കെയാണ് കുഴപ്പം? എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇന്ന ഹോട്ടലിലാണ് താമസിച്ചത്, ഇന്ന വണ്ടി എങ്ങോട്ടാണ് പോയെന്നൊക്കെ ട്രേസ് ഔട്ട് ചെയ്തെടുക്കണം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾ ജപമാലയിലാണ് ആശ്രയിച്ചത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ ബുദ്ധിപരമായ മെക്കാനിസം അല്ല കാണിക്കേണ്ടത്. അത് ജഡിക ആത്മാക്കളുള്ള ആൾക്കാർ ജഡികമായ മാർഗ്ഗങ്ങൾ അന്വേഷിക്കും. ദൈവ പൈതൽ ദൈവത്തിൻ്റെ മാർഗ്ഗമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഉടമ്പടി നീ വിജയിക്കണമെന്ന് കാണുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഫസ്റ്റ് റെഫറൻസിൽ നിനക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ദൈവത്തെ കൊണ്ട് ആദ്യം പരിഹരിക്കാൻ വേണ്ടി നീ നടപടി എടുക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ നിരപ്പായ വഴികളിലൂടെയാണ്. കൈയടിക്കട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച് കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേട്ട വചനങ്ങളെ പറ്റി ഞങ്ങൾ ധ്യാനിക്കുന്നു. ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ എപ്പോഴും നിന്റെ ഹിതം അനുവർത്തിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. വിരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വിരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല, എൻ്റെ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, എൻ്റെ യേശുവിൻ കരങ്ങളിലാ. കൈകൾ ഉയർത്തിയടിച്ച് പരീക്ഷ എൻ്റെ ദൈവം
അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ കൈകൾ കൂപ്പി കണ്ണടച്ച് ഒരു നിമിഷം നിങ്ങളുടെ ജീവിത അവസ്ഥകളെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ ഓർക്കുക. കണ്ണുകൾ കൂപ്പി കൈകളടച്ച് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഒരു നിമിഷം നമ്മുടെ ജീവിതാവസ്ഥകൾ, ഈ ആഴ്ചയിൽ ദൈവം ഇടപെടേണ്ട വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കട്ടെ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാം കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം സ്പർശിക്കട്ടെ. ശ്രുതിക്കട്ടെ. കർത്താവ് നിന്റെ നാഥനും രക്ഷകനുമായി ഏറ്റുപറയുന്ന എല്ലാ മക്കളോടും നീ കാരുണ്യം കാണിക്കണമേ. ഉച്ചമുള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. കർത്താവിൻ്റെ ആണിപ്പെടുതാർന്ന വലതുകരത്താൽ ഓരോ അവയവങ്ങളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, ക്യാൻസർ സിസ്റ്റുകൾ, ശ്വാസകോശ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ, കുടരോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോസ് രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വിവാഹിതരായവര് പക്ഷേ വിവാഹ ജീവിതത്തിലെ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളുള്ളവര്, മക്കളില്ലാത്തവര്, കുടുംബകലഹത്തിൽപ്പെട്ടിരിക്കുന്നവര്, അകന്ന് കഴിയുന്നവര്, ജോലിയില്ലാത്തവര്, ഉള്ള വരുമാനമാർഗം കുടുങ്ങിപ്പോയവർ, നിന്ന് പോയവർ, സാമ്പത്തിക ബാധ്യതയുള്ളവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ജപ്തി നടപടി നേരിടുന്നവർ, വാടക താമസിക്കുന്നവർ, ഇറങ്ങിക്കൊടുക്കേണ്ടവർ, മക്കളുടെ വിവാഹം നടക്കാത്ത അവസ്ഥകൾ, പല പരീക്ഷകളിലേക്കും മക്കളെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, തോറ്റ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ,
അതിനുവേണ്ടി അടുത്ത പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ഇൻ്റർവ്യൂവിന് ഡേറ്റുകൾ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ, ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി, വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി മാസങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നവരെ, പ്രാർത്ഥിച്ച് മടുത്തു എന്ന് തോന്നിയിട്ട് പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ട് പ്രാർത്ഥന മരവിച്ചു പോയവരെ എല്ലാവരുടെ മേലും കർത്താവിന് കണ്ടെത്തിയ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരകമായ തടസ്സങ്ങളെ, ദുരിതങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. ഉടമ്പടി വെച്ച ഓരോ നിയോഗങ്ങളെ നിങ്ങൾ ഓർക്കുക, ഓൺലൈനിലുള്ളവരും ഓർക്കുക. ചില കാര്യങ്ങൾ ട്രൈ ചെയ്ത് മടുത്തിട്ട് മനസ്സിടിഞ്ഞു പോയവരെ കർത്താവ് അനുഗ്രഹിക്കേണ്ട സമയമാണിത്. അതിനുവേണ്ടിയാണ് ഇപ്പോഴും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. അസ്ഥികൾ അതായത് മുട്ട് എപ്പോഴും കസേര ഇരിക്കണ കാണാം. പ്രധാന പ്രശ്നം മുട്ട് കുത്താൻ പാടില്ല. മുട്ടിൻ്റെ അസ്ഥികൾക്ക്, മുട്ടിൻ്റെ കുഴകൾക്ക് തേയ്മാനം എന്തൊക്കെയാണ്. ആ വ്യക്തി കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശ്രുതികട ആരാധന, രോഗസൗഖ്യ സന്ദേശത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടയിലുള്ള അവിടുത്തെ ജീവിക്കുന്ന സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന. ഒരു അഞ്ച് സ്ഥലമാകാം, ചിലപ്പോൾ ഡോളറാകാം, ചിലപ്പോൾ വേറെ നമ്മുടെ ഇന്ത്യൻ മണിയാകാം. 5-ലാണത് തുടങ്ങണത്. അതിൻ്റെ ഒരു ഡിസ്പ്യൂട്ടിൽ വളരെ മോശമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് ചെന്നെത്തിയിട്ട് ജോലി നഷ്ടപ്പെടുവോ, വരുമാനം മുടങ്ങുമോ എന്ന വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ, അതുപോലെയുള്ള കുരുക്ക് പിടിച്ച വിഷയത്തിന് മേലെല്ലാം ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ ശ്രദ്ധയും ഈ പ്രാർത്ഥനയിൽ അതിൽ നിന്ന് വിടുതലും ഞാൻ കർത്താവ് നൽകുന്നതായിട്ട് സൂചനയുണ്ട്. അതുപോലെ യാത്ര മുടങ്ങിപ്പോയവരെ, യാത്ര ചെയ്യാൻ പോകുന്നവരൊക്കെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ്. അതിനുവേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക സന്ദേശത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. ഗർഭിണികളെ 4 മാസത്തെ വളർച്ചയേ ഉള്ളൂ കുഞ്ഞിന്. പിന്നെ കുഞ്ഞ് വളരുന്നില്ല. അത്ര അവസ്ഥയിൽ ആ മകളെ പ്രത്യേകിച്ച് കർത്താവ് സ്പർശിക്കുന്നവരെ കാണിക്കുന്നു. പക്ഷേ അതുപോലെ തന്നെ ഗർഭിണികളെല്ലാം ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. എന്നെ കേൾക്കുന്ന മക്കൾ, എവിടെയെങ്കിലും ഓൺലൈനിലുള്ളവർ വയറെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. മക്കളില്ലാത്തവരും മക്കളുള്ള മക്കൾക്ക്, ഗർഭിണികൾക്ക് പ്രയാസങ്ങളുള്ളവർ വയറെ കൈവച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മറ്റുള്ള ബന്ധുക്കൾ കേൾക്കുന്നവരെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ സന്ദേശത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എല്ലാ ഗർഭിണികളായ മക്കളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണിന് കാഴ്ചക്കുറവുള്ള എന്നതിനേക്കാൾ ഉപരി കണ്ണിന് കളറ് മാറുന്നു, ഒരു ചാര നിറമായിക്കൊണ്ടിരിക്കുന്നു, കാഴ്ച മങ്ങുന്നു. ആ വ്യക്തികളെ, കണ്ണിൻ്റെ വിഷമമുള്ളവരെ കണ്ണിൽ തൊട്ടിട്ട് സ്തുതിക്കണം. ഞാനീ പറഞ്ഞ പ്രത്യേക വിഷയത്തിൻ്റെ പേര് ദൈവത്തിൻ്റെ സൗഖ്യം ഉണ്ടാകുന്നുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കാഴ്ച സംബന്ധമായ ബുദ്ധിമുട്ടുള്ള എല്ലാ മക്കളെയും യേശുവേ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മുട്ട നിൽക്കുക. ആരാധന ആശീർവാദമാണ്.
ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയിൽ തിരുവചനത്തിലൂടെ നമ്മൾ ശ്രവിച്ചതുപോലെ ഈശോയെ, നിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ, നല്ല ആത്മാവിനാൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് നിരപ്പായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ദിവ്യകാരുണ്യനാഥ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഭൂമിയിൽ അങ്ങയുടെ ഹിതം മാത്രം അനുവർത്തിച്ചുകൊണ്ട് നീ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുവാൻ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ